ബട്ട്ലറെ പറ്റി പറയുമ്പോൾ ബട്ട്ലറുടെ സിദ്ധാന്തത്തെ പറ്റിയാണ്, അല്ലെങ്കിൽ ബട്ട്ലർ കൊണ്ടുവന്നിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ ഒരു പുതിയ ഒരു കൺസെപ്ച്വൽ ടൂളിനെ കുറിച്ചാണ് സംസാരിക്കുക. അത് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു കീയാണ്, ഒരു താക്കോലാണത്. സിദ്ധാന്തത്തെ ഒരു താക്കോലായിട്ട് കാണുക എന്നുള്ള രീതി പലരും സമീപകാലത്ത് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. സിദ്ധാന്തം എന്ന് പറയുന്നത് ലോകത്തെക്കുറിച്ച് നടത്തുന്ന കുറേ പ്രസ്താവനകളല്ല, പ്രസ്താവനകളുടെ ഒരു കൂട്ടമല്ല. നേരെ മറിച്ച് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കുരുക്കഴിക്കാനുള്ളൊരു കീ മാത്രമാണ്. അത് അഴിയുന്നില്ലെങ്കിൽ ആ കീ മാറ്റി വയ്ക്കുക. ചില കീയൊക്കെ തുരുമ്പ് പിടിച്ചു, പക്ഷെ തുരുമ്പ് പിടിച്ച കീയും കൊണ്ട് നമ്മളിപ്പോഴും നടക്കുന്നുണ്ട്. നമ്മൾ അരയിൽ തൂക്കിയിട്ട് ഒരു താക്കോൽക്കൂട്ടം കൊണ്ട് നമ്മൾ നടക്കാറുണ്ട്. എല്ലാം തുറക്കാൻ പറ്റുന്ന ഒരു മോഷ്ടാവിൻ്റെ കീ എന്നുള്ള സങ്കല്പം ഇപ്പോഴും ഉണ്ട്. ഏത് കുരുക്കും അഴിക്കാൻ കഴിയുന്ന ഒരു കീ, അങ്ങനത്തെ കീ ഉണ്ട് എന്നുള്ള സങ്കല്പമൊക്കെ ആ കാലമൊക്കെ കഴിഞ്ഞു. അതുകൊണ്ട് ഈ താക്കോലിന്റെ കൂട്ടം കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, താക്കോല് തെറ്റോ ശരിയോ ആവില്ല. ഒരു പ്രസ്താവന തെറ്റോ ശരിയോ ആവും, പക്ഷെ താക്കോൽ തെറ്റോ ശരിയോ എന്ന് പറയാൻ പറ്റില്ല. താക്കോൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമാണ് നോക്കേണ്ടത്. ഉപയോഗിക്കാൻ പറ്റാത്ത താക്കോൽ നമ്മൾ ഉപേക്ഷിക്കുക. അതുപോലെ ചില മുറികൾ അല്ലെങ്കിൽ ചില പെട്ടികളോട് തന്നെ പോയി കഴിഞ്ഞു. പണ്ടത്തെ തമാശയിൽ പറഞ്ഞ പോലെ കീ നമ്മുടെ കയ്യിലുണ്ട്, പെട്ടി പോയാലും വേണ്ട കീ നമ്മുടെ കയ്യിലുണ്ട്, നമ്മുടെ കീ കൊണ്ട് നമ്മൾ നടക്കുക. അപ്പൊ ഈ സിദ്ധാന്തങ്ങളെ പറ്റി പറയുമ്പോൾ ഞാനത് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു പ്രത്യേക സിദ്ധാന്തം ഒരാൾ അവതരിപ്പിക്കുമ്പോൾ അത് ഏത് സിദ്ധാന്തം ആയിക്കോട്ടെ, അത് ഒരു പ്രത്യേക കാര്യം, ഇപ്പം ബട്ട്ലറിന്റെ കാര്യത്തിലാണെങ്കിൽ ബട്ട്ലർ ഉദ്ദേശിക്കുന്ന ഒരു പ്രത്യേക കുരുക്ക്, ഒരു ട്രബിളാണ്. ബട്ട്ലറുടെ പുസ്തകത്തിന്റെ പേര് തന്നെ ജെൻഡർ ട്രബിൾ എന്നാണ്. ഒരു പ്രത്യേക കുരുക്ക് അഴിച്ചെടുക്കാനുള്ള ഒരു കീ എന്ന രീതിയിലാണ് ബട്ട്ലർ ഒരു ആശയം അവതരിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഈ ബട്ട്ലറെ പറ്റി ദീർഘമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ട് ബുദ്ധിമുട്ടുകളുണ്ട്. ഞാനത് നേരത്തെ എബിയോട് പറയുകയായിരുന്നു. ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത് ഒരു പ്രഭാഷണത്തിന് പറ്റുന്നൊരു സാധനമല്ല. ഒരു സിദ്ധാന്തത്തെക്കുറിച്ച് എങ്ങനെയാണ് പ്രഭാഷണം ചെയ്യാമെന്ന് എനിക്കറിയില്ല. സിദ്ധാന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും ചിലപ്പോൾ. ഒരു സിദ്ധാന്തം എന്താണ്, അതിൻ്റെ ഒരു ഇന്റേണൽ ലോജിക് എന്താണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റുമായിരിക്കും. ഒരു സിദ്ധാന്തത്തെക്കുറിച്ച് എങ്ങനെ പ്രഭാഷണം നടത്താൻ എനിക്കറിയില്ല. അതുകൊണ്ട് പ്രഭാഷണ രൂപത്തിൽ ഒരു സിദ്ധാന്തം അവതരിപ്പിക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ബട്ട്ലറുടെ ഈ പെർഫോമേറ്റിവിറ്റി എന്ന പ്രകടനം എന്നെന്തോ പറഞ്ഞു, പെർഫോമേറ്റിവിറ്റിയെ കുറിച്ചുള്ള ജൂഡിത്ത് ബട്ട്ലറുടെ ഈ കാഴ്ചപ്പാട് അല്ലെങ്കിൽ സങ്കല്പം അത്യന്തം സങ്കീർണമായിട്ടൊരാശയമാണ്. അതുകൊണ്ട് ആ സങ്കല്പത്തെപ്പറ്റി, ആ ഒരു ആശയത്തെപ്പറ്റി ഒരു പ്രഭാഷണം നടത്തുക എന്നുള്ള ഒരു വഴി ഞാൻ തിരഞ്ഞെടുക്കുന്നില്ല. ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ തിയറി, ആ ഒരു പ്രത്യേക ആശയം, ഈ ബട്ട്ലറുടെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം നമുക്കറിയാം, ജെൻഡർ ട്രബിൾ എന്ന് പറയുന്ന പുസ്തകമാണ്. അതിനൊരു സീക്വലായിട്ട് ബോഡീസ് ദാറ്റ് മാറ്റർ എന്ന് പറയുന്ന പുസ്തകം വരുന്നുണ്ട്. പിന്നെ കുറേ പുസ്തകങ്ങളുണ്ട്. പ്രിക്കേറിയസ് ലൈഫ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, എക്സൈറ്റബിൾ സ്പീച്ച് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്, ആദ്യത്തെ ഹെഗലിയൻ റിഫ്ലക്ഷൻസ് എന്ന് പറയുന്നൊരു പുസ്തകമുണ്ട്. പല ആശയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ആളാണ് ബട്ട്ലർ. പക്ഷെ അതിലേറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പെർഫോമേറ്റിവിറ്റി. പെർഫോമൻസ് അല്ല, പെർഫോമേറ്റിവിറ്റി. വാസ്തവത്തിൽ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വളരെ സങ്കീർണമായിട്ടൊരാശയമാണ്. നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എനിക്കറിയാം ഒരു പകുതിയിലേറെ പേരെങ്കിലും ബട്ട്ലറെ പറ്റി പറയാൻ പറഞ്ഞ 2-3 കാര്യങ്ങൾ പറയും. ജെൻഡർ പെർഫോമേറ്റീവാണ്, ഇങ്ങനെ പല കാര്യങ്ങൾ, പാരഡി അല്ലെങ്കിൽ ക്യൂർ തിയറി, ഇങ്ങനെ പറയാൻ എല്ലാവർക്കും അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ആ ചിന്തയുടെ ഒരു വ്യാകരണം എന്താണ് എന്നുള്ളത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗ്രാമർ, ബട്ട്ലറുടെ ചിന്തയുടെ ഗ്രാമർ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഗ്രാമറിനെ പറ്റി പ്രഭാഷണം സാധ്യമല്ല. നമുക്കത് ഇപ്പോൾ മാത്തമാറ്റിക്സിനെ പറ്റി പ്രഭാഷണം നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ ഗ്രാമറിനെ പറ്റി നിങ്ങൾക്ക് പ്രഭാഷണം നടത്താൻ പറ്റില്ല. അത് നമ്മൾ ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്ത് പഠിക്കേണ്ട ഒരു കാര്യമാണ്. അത്ര എളുപ്പത്തിൽ പറയാൻ കഴിയുന്നൊരു കാര്യമല്ല അത്.
അതുകൊണ്ട് പ്രഭാഷണത്തിൽ നിന്ന് ഒന്ന് വ്യത്യസ്തമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ ഇതിനു വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഒരു 3, 4, 5 പോയിന്റ്സ് ഞാനിതിൽ എഴുതാം. അത് വിശദീകരിക്കാൻ ശ്രമിക്കാം. എങ്ങനെയാണ് ഈ ജൂഡിത്ത് ബട്ട്ലറുടെ തിയറിയുടെ ഒരു ഗ്രാമർ എന്താണ്, ഒരു വ്യാകരണം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പക്ഷേ അത് സഹായിക്കും. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് പിന്നെ ജെൻഡറിലോ ഏതിൽ വേണമെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്തു. ഞാൻ ജെൻഡറിനെ പറ്റി ഒന്നും പറയാൻ പോകുന്നില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയൂ അവസാനം. ഇത് മനസ്സിലായാൽ ഇത് നിങ്ങൾക്ക് ജെൻഡർ ഐഡന്റിറ്റി ആയിക്കോട്ടെ, വേറെ ഏത് കാര്യമായിക്കോട്ടെ, ഈ ബട്ട്ലറുടെ ടൂൾ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് ചിലപ്പോൾ കഴിഞ്ഞു വരും. അത് മാത്രമാണ് ഞാനിതിൽ ശ്രമിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് സാമ്പ്രദായികമായ ഒരു പ്രഭാഷണ കല പ്രതീക്ഷിക്കേണ്ട. ഞാനിത് ഇന്ന് അവതരിപ്പിക്കുകയാണ്. അതിനുശേഷം നമുക്ക് ചർച്ച ചെയ്യാം. ബട്ട്ലർ പ്രധാനമായും ശ്രമിക്കുന്ന ഒരു കാര്യം ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ പ്രോബ്ലമാറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ബട്ട്ലർ ശ്രമിച്ചിട്ടുള്ളത് ജെൻഡർ ഐഡന്റിറ്റിയെ കുറിച്ചാണ്. ജെൻഡർ ഐഡന്റിറ്റിയെ കുറിച്ചാണ് ബട്ട്ലർ സംസാരിക്കുന്നതെങ്കിലും ബട്ട്ലറുടെ പ്രധാനപ്പെട്ട ഒരു കൺസേൺ എന്ന് പറയുന്നത് പ്രോബ്ലമാറ്റൈസിങ് at a very deep level, problematizing the notion of identity ഇതാണ്. അത് ബട്ട്ലർ മാത്രമല്ല, ബട്ട്ലറിന്റെ കൂടെയുള്ള അല്ലെങ്കിൽ ഇക്കാലത്തും ഒക്കെയുള്ള പ്രമുഖരായ ചിന്തകരുമാണ് ശ്രമിച്ചിട്ടുള്ളത് ഈ നോഷൻ ഓഫ് ഐഡന്റിറ്റി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു എൻഗേജ്മെന്റ് ആണ്, ക്രിട്ടിക്കൽ ആയിട്ടുള്ള എൻഗേജ്മെന്റ് ആണ്. അതിൽ പ്രധാനിയായിട്ടുള്ള ഒരാളാണ് ജൂഡിത്ത് ബട്ട്ലർ. ജൂഡിത്ത് ബട്ട്ലർ എങ്ങനെയാണ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഈ സങ്കല്പത്തെ അഴിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ ഒരു വ്യാകരണം എന്ത് എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. കുറച്ച് ട്രൈ ആയിരിക്കും, വേറെ വഴിയില്ല. നേരത്തെ പറഞ്ഞു വ്യാകരണം ഇങ്ങനെ പറയാൻ പറ്റും. അതുകൊണ്ട് ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഐഡന്റിറ്റി ആയിട്ട് ഞാനിപ്പോൾ പറയുന്നത്. എ ഈസ് എ. അത് എ എന്നുള്ളത് ഒരു വേരിയബിൾ ആയിട്ട് എടുക്കുന്നു. അതിന് നിങ്ങൾ എന്ത് വേണേ അവിടെ ചേർക്കാം. ജെൻഡർ ആവാം, വുമൺ ആവാം, അല്ലെങ്കിൽ മാൻ ആവാം, അല്ലെങ്കിൽ ടേബിൾ ആവാം, എന്തും ആയിക്കോട്ടെ. എന്തിനെ കുറിച്ചാണോ നിങ്ങൾ സംസാരിക്കുന്നത് അത് തന്നെയാണ് എന്ന് പറയുമ്പോഴാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. എ ഈസ് എ എന്ന് പറഞ്ഞാൽ അത് ഐഡന്റിറ്റിയെ സൂചിപ്പിക്കുന്ന ഒരു ക്ലിയർ ആണ്. എ ഈസ് എ എന്ന് പറഞ്ഞാൽ അതാണ്. അതായത് എന്തിനും എന്ത് കാര്യമായിക്കോട്ടെ, നിങ്ങൾ സംസാരിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ, അതിനെ അതാക്കുന്നത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഐഡന്റിറ്റി. ഇപ്പൊ കാസ്റ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ റിലിജ്യൻ ആയിക്കോട്ടെ, ജെൻഡർ ആയിക്കോട്ടെ, ഇതൊന്നും വേണ്ട, ഒരു വസ്തു ആയിക്കോട്ടെ, ആ വസ്തുവിനെ അതാക്കുന്നത് എന്തോ അതാണ് അതിന്റെ ഐഡന്റിറ്റി. സാധാരണ നിലയ്ക്ക് നമ്മൾ പറയുന്നത് ഒന്നിനെ അതാക്കുന്നത് എന്തോ അതാണ് അതിന്റെ ഐഡന്റിറ്റി. മലയാളം സാധാരണ ഞങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വാക്ക് തന്മ എന്നുള്ള വാക്കാണ്. തന്മ എന്നുള്ള വാക്കാണ്, സ്വത്വമല്ല തന്മ. ഒരു വസ്തു, ഏത് വസ്തുവിന് ഐഡന്റിറ്റി ഉണ്ടെന്നാണ് നമ്മൾ വിചാരിക്കുക. ആ വസ്തുവിനെ ആ വസ്തുവാക്കുന്ന എന്തോ ഒന്ന് എന്ന അർത്ഥത്തിലാണ് തന്മയെ അല്ലെങ്കിൽ ഐഡന്റിറ്റിയെ നമ്മൾ കാണുന്നത്. ഇത് 3 നിലയ്ക്ക് ബട്ട്ലറിനെ സ്വാധീനിച്ച 3 ചിന്തകര് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്ന പ്രോബ്ലത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിന് ഞാൻ എന്റേതായ രീതിയിൽ അതിനെ ഒരു
എഴുതിയതാണ് ഈ കാണുന്നത്. രണ്ടാമത് പറഞ്ഞത് ഹെഗൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ബട്ട്ലറെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ചിന്തകരിൽ ഒരാളാണ് ഹെഗൽ. ഹെഗലിനെ പറ്റി ആണ് ബട്ട്ലറുടെ ആദ്യത്തെ പുസ്തകം വന്നിട്ടുള്ളത്, ഹെഗേലിയൻ റിഫ്ലക്ഷൻസ് എന്ന് പറയുന്ന പുസ്തകം. പിന്നീട് ഹെഗലിൽ നിന്ന് കുറേയൊക്കെ മാറുന്നുണ്ടെങ്കിൽ പോലും അവസാന കാലം വരെ, അവസാനത്തെ വർക്ക് വരെ ഹെഗലിന്റെ സ്വാധീനം കാണാൻ പറ്റും. ഹെഗൽ എങ്ങനെയാണ് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്ന പ്രോബ്ലത്തെ കണ്ടത്, അങ്ങനെ ഒരു സൂത്രവാക്യം പോലെ എഴുതിയതാണത്. ഹെഗൽ പറയാം, എ എന്ന് പറയുന്നത് ഓക്കെ, ഇറ്റ് ഇംപ്ലൈസ് നോട്ട് എ. പറഞ്ഞാൽ മനസ്സിലാവുന്നത് എ എപ്പോഴും എ അല്ലാത്ത ഒന്നിനെ ഉൾക്കൊള്ളുന്നുണ്ട്, എ അല്ലാത്ത ഒന്നിനെ അത് ഉൾക്കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് എ ഇംപ്ലൈസ് ഇറ്റ്സ് ഓൺ നെഗേഷൻ. ഏതൊന്നും അതിന്റെ അതല്ലാത്ത ഒന്നിനെ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പൊ ഐഡന്റിറ്റിയിൽ തന്നെ അതിന്റെ ഒരു നെഗേഷൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ നമ്മൾ ആദ്യം പറഞ്ഞ ലോ ഓഫ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് എ ഈസ് എ എന്ന് പറയുന്നതിന് ഹെഗല് എ ഇംപ്ലൈസ് നോട്ട് എ എന്നാണ്. ഇംപ്ലൈസ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ഒരു ഓപ്പറേഷൻ ആണ്. ഇവിടെ ഇംപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നു മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങൾ ഉൾക്കൊള്ളും, ഒരു സിമ്പിളാണ്, ലോജിക്കലുള്ള സിമ്പിളാണ്. അതിപ്പോ തൽക്കാലം ഇങ്ങനെ എടുത്താൽ മതി. എ അതിന്റെ തന്നെ നിഷേധത്തെ ഉൾക്കൊള്ളുന്നുണ്ട്. തൽക്കാലം ഞാൻ ഹെഗൽ അത്രേ പറയുന്നുള്ളൂ. മറ്റൊന്ന്, ഇത് ഫുക്കോ എങ്ങനെയാണ് രണ്ടാമത് ബട്ട്ലറുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വാധീന കേന്ദ്രങ്ങളിൽ ഒന്ന് മിഷേൽ ഫുക്കോ ആണ്. ഫുക്കോ ഈ പ്രോബ്ലത്തെ കാണുന്നത്, ഞാൻ എന്റേതായ രീതിയിൽ എഴുതിയതാണ്, എ ക്യാൻ ബി എ ഓൺലി വെൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ വിത്തിൻ എ ഡിസ്കോഴ്സ്. എ ആവുന്നത് ഒരു പ്രത്യേക സിസ്റ്റത്തിനകത്ത് ഇത് എ എന്ന രീതിയിൽ ക്ലാസിഫൈ ചെയ്യപ്പെടുമ്പോൾ മാത്രം. ക്ലിയർ ആണ്, ഞാൻ പറഞ്ഞ പോയിന്റ് ക്ലിയർ ആണ്. എ എന്നുള്ളത് എ ആവുന്നത് ഒരു ഡിഫറൻഷ്യൽ, ഒരു സിസ്റ്റത്തിനകത്ത് മറ്റൊന്നിൽ നിന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിസ്റ്റത്തിനകത്ത് ക്ലാസിഫൈ, ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഉള്ളിൽ മാത്രമാണ് എക്ക് എ ആവാൻ പറ്റുന്നത്. അവിടെ ഏതുള്ളതിന് നിങ്ങൾ എന്ത് വേണം എടുത്തോ. അപ്പൊ ഫുക്കോന്റെ പ്രസിദ്ധമായ ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ അബ്നോർമാലിറ്റി എടുക്കാം, മാഡ്നസ്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഇത് മാഡാവുന്നത് റീസണുമായിട്ട്, അല്ലെങ്കിൽ നോർമൽ എന്നുണ്ടാവുന്നത് അബ്നോർമൽ എന്ന് പറയുന്നത് തമ്മിൽ വേർതിരിക്കുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തിനകത്ത് അത് ക്ലാസിഫൈ ചെയ്യപ്പെടുമ്പോഴാണ് അബ്നോർമൽ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്, നോർമൽ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്, സെക്ഷ്വാലിറ്റി ഉണ്ടാവുന്നത്. ഫുക്കോ എല്ലാത്തിനെയും പറ്റി പറയുന്നത്, ക്രിമിനാലിറ്റി, ഇങ്ങനെ എല്ലാത്തിനും. അപ്പൊ ആ അർത്ഥത്തിൽ എ എന്ന് പറയുന്നത് ഒരു ഡിസ്കേഴ്സീവ് കൺസ്ട്രക്ട് ആണ്, ഒരു ഡിസ്കോഴ്സിന്റെ ഉള്ളിൽ, ഓക്കെ, ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഉള്ളിൽ, ഒരു ക്ലാസിഫിക്കേറ്ററി ആയിട്ടുള്ള സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് എ ബിക്കംസ് വാട്ട് ഇറ്റ് ഈസ്. ആ സിസ്റ്റത്തിന് പുറത്തെടുത്താൽ എക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി, അല്ലെങ്കിൽ എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. എ ക്യാൻ ബി ഐഡന്റിഫൈഡ്. നിങ്ങൾക്ക് എ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് ഒരു സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷന്റെ ഉള്ളിലാണ്. ഓക്കെ, ഏറ്റവും ചുരുക്കി പറയാൻ ശ്രമിക്കുകയാണ്. മറ്റൊരു ഇൻഫ്ലുവൻസ്, ഇത് നിങ്ങൾക്ക് പ്രസിദ്ധമായ വരിയാണ്, അത് ഞാൻ എ വെച്ചെടുത്തു, വുമൺ എന്നുള്ളത് ഒഴിവാക്കിയെന്ന് മാത്രം. സിമൺ ദ ബോവേയുടെ പ്രസിദ്ധമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ബട്ട്ലർ പുസ്തകം തുടങ്ങുന്നത് തന്നെ ഇത് കോട്ട് ചെയ്തുകൊണ്ടാണ്, ജെൻഡർ ട്രബിളിൽ ഇത് കോട്ട് ചെയ്തുകൊണ്ടാണ്. വൺ ഈസ് നോട്ട് ബോൺ ബട്ട് ബിക്കംസ് എ വുമൺ എന്നാണ് സിമൺ ദ ബോവേയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്. അത് ഞാനിവിടെ വേരിയബിൾ വെച്ചെടുക്കുന്നു. വൺ ഈസ് നോട്ട് ബോൺ ബട്ട് ബിക്കംസ് എ. ഓക്കെ, എ ആയിട്ട് ജനിക്കുകയല്ല ചെയ്യുന്നത്, നമുക്ക് എ ആയിത്തീരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതെ, എ എന്തോ ആയിക്കോട്ടെ, ഞാനതാ പറഞ്ഞു, വുമൺ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഓക്കെ, ഒന്ന് അതായി ജനിക്കുകയല്ല ഉണ്ടാവുന്നത്, അതായി ഉത്ഭൂതമാവുകയല്ല ചെയ്യുന്നത്, അതായിത്തീരുകയാണ്, ഇറ്റ് ബിക്കംസ്. ഓക്കെ, ഇതാണ് സിമൺ ദ ബോവെ ഐഡന്റിറ്റി എന്ന് പറയുന്ന പ്രോബ്ലത്തെ, അല്ലെങ്കിൽ ആ ക്വസ്റ്റിനെ പ്രോബ്ലമാറ്റൈസ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, ഇനി ബട്ട്ലർ ഓക്കെ വരുത്തുന്ന മാറ്റം അവസാനത്തെ സെന്റൻസിൽ എ. ഓക്കെ, ബട്ട്ലർ സത്യത്തിൽ ഈ
സിമൺ ദ ബോവയുടെ ഈ വാദം അതേപടി അംഗീകരിക്കുന്നുണ്ട്. വൺ ഈസ് നോട്ട് ബോൺ ബട്ട് ബിക്കംസ് എന്നുള്ളത്. വൺ ഈസ് നോട്ട് ബോൺ ബട്ട് ബിക്കംസ് എ വുമൺ എന്ന് പറയുന്നത് അതേപടി ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിനോട് കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ് താഴെ ഞാൻ എഴുതിയത്. എ ഈസ് നോട്ട് വാട്ട് ഈസ് ബട്ട് വാട്ട് വൺ ഡസ്. സോറി, what is. A is not what one is but what one does. ഇതാണ് ബട്ട്ലർ അതിൽ കൂട്ടിച്ചേർക്കുന്ന കാര്യം. എന്ന് പറഞ്ഞാൽ വാട്ട് വൺ ഈസ് ആൻഡ് വാട്ട് വൺ ഡസ് തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ഡൂയിങ് ആണ്, മറ്റൊരു ബീയിങ്ങിനെ സൂചിപ്പിക്കുന്നത്. അത് വുമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ വുമൺ ഈസ് നോട്ട് വാട്ട് വൺ ഈസ്. ജെൻഡർ, അവിടെ ജെൻഡർ എടുക്കാൻ പറ്റും. ജെൻഡർ ഈസ് നോട്ട് വാട്ട് വൺ ഈസ് ബട്ട് വാട്ട് വൺ ഡസ്. ജെൻഡർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് വാട്ട് വൺ ഈസ് ബട്ട് വാട്ട് വൺ ഡസ് എന്നുള്ളതാണ്. There is no doer A. There is no doer A. Semicolon. Doer A is performatively constituted through deeds. I am explain the other. There is no A behind the performance. There is no A in the absence of performance. Okay? That's great, yeah. Therefore, conclude here. Identity is mythological. നേരത്തെ പറയുന്ന തുടർച്ചയായിട്ട് ബട്ട്ലർ പറയുന്ന ഒരു കാര്യമായിരുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞത് ഓക്കെ, A is not what one is but what one does എന്നുള്ളതാണ് ലാസ്റ്റ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിനുശേഷമുള്ളത് ഇത് വായിക്കാം. There is no doer A. Doer A is performatively constituted through deeds. ഇത് വാസ്തവത്തിൽ ബട്ട്ലർ നീഷയിൽ നിന്ന് എടുക്കുന്ന ഒന്നാണ്. There is no doer behind the deeds എന്ന് നീഷെ ജിനിയോളജി ഓഫ് മോറൽസിൽ പറയുന്നത് അവർ അതേപടി കോട്ട് ചെയ്യാക്കിയിരുന്നു. ഞാനതിങ്ങനെയാക്കി. There is no doer A. Doer A is performatively constituted through the deeds, the performances. അടുത്തത് there is no A behind the performances. Okay, and there is no A in the absence of performances. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതുകൊണ്ട് ഓക്കെ, A is impossible. ഇതാണ് ബട്ട്ലർ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ബട്ട്ലർ കൺക്ലൂഡ് ചെയ്തതാണ് ഐഡന്റിറ്റി ഓഫ് A is a mythological notion. A is equal to A എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എയുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു മിത്തോളജിക്കൽ ആയിട്ടുള്ള ഒന്നാണ്. ഇനി ഞാൻ ഈ പറഞ്ഞതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം ആദ്യം മുതൽ.
എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഓക്കെ, ബട്ട്ലർ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ ബട്ട്ലറുടെ ഈ പറഞ്ഞ ചിന്തയുടെ അതിൻ്റെ വ്യാകരണം നോക്കിക്കഴിഞ്ഞാൽ, അതിൻ്റെ ലോജിക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ ഇവർ പറയാൻ ശ്രമിക്കുന്നത് എന്നൊന്ന് നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ തിയറി നിങ്ങൾക്ക് ഏതെങ്കിലും മുറി തുറക്കാൻ ഈ താക്കോല് പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക. വാസ്തവത്തില് ബട്ട്ലർ പറയുന്നത് ജെൻഡറിനെ കുറിച്ച് മാത്രമാണ്. ബട്ട്ലർ തന്നെ പറയുന്നുണ്ട് ഐഡന്റിറ്റി എന്ന് പറയുന്നത് പെർഫോമേറ്റിവിറ്റി തിയറി ജെൻഡറിന് അപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് എന്ന് അവര് ആദ്യകാലത്തെ പുസ്തകങ്ങളിൽ പറയുന്നുണ്ട്. പക്ഷെ പലരും അത് നാഷണൽ ഐഡന്റിറ്റി, കാസ്റ്റ് ഐഡന്റിറ്റി, റേഷ്യൽ ഐഡന്റിറ്റി ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ ഈ ടൂൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ ബട്ട്ലർ അങ്ങനെ ഉപയോഗിച്ച് കണ്ടിട്ടില്ല. ബട്ട്ലർ ജെൻഡറിന്റെ ഒരു മുറി മാത്രം തുറക്കാനാണ് ഈ കീ ഉപയോഗിക്കുന്നത്. ആ കീ വേറെ എന്തെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യമാണ്. എന്തായാലും അതിന്റെ ലോജിക് എന്താണെന്നുള്ളത് ക്ലിയർ ആക്കണം എന്നുള്ളതാണ് ഞാൻ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ഒന്ന്, ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം നമുക്ക്. എ എന്നാൽ എ ആണ് എന്ന് പറയുന്നത്, മേശ എന്നാൽ ആ മേശയാണ്, കസേര എന്നാൽ കസേരയാണ്. ജെൻഡർ വുമൺ എന്ന് പറഞ്ഞാൽ വുമൺ ആണ്, ആണ് എന്ന് പറഞ്ഞാൽ ആണാണ്, പെണ്ണ് എന്ന് പറഞ്ഞാൽ പെണ്ണാണ്. ഇവിടെയൊക്കെ നമ്മളൊരു ഐഡന്റിറ്റിയാണ്. ആണിനെ ആണാക്കുന്ന എന്തോന്നുണ്ട്, പെണ്ണിനെ പെണ്ണാക്കുന്ന എന്തോന്നുണ്ട്, ഒരു മേശയെ മേശയാക്കുന്ന എന്തോന്നുണ്ട്. ഓക്കെ, സംതിങ് ദാറ്റ് മേക്സ് ഇറ്റ് വാട്ട് ഇറ്റ് ഈസ്. ഇതാണ് ഐഡന്റിറ്റി എന്ന് ഞാൻ പറഞ്ഞു, അതിനെ അതാക്കുന്നത്. ഇത് നമ്മുടെ ചിന്തയുടെ ഒരു തുടക്കം മുതലേ, ഒരുപക്ഷെ പാശ്ചാത്യ ചിന്തയുടെ തുടക്കം മുതലേ എല്ലാ ചിന്തകളിലും കാണുന്ന ഒന്നാണ്, അല്ലെങ്കിൽ അലംഘനീയമായ ഒരു നിയമമായിട്ട് കരുതപ്പെടുന്ന ഒന്നാണ് എ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നത്. എ ഈസ് എ എന്ന് പറയുന്നത് അരിസ്റ്റോട്ടലൊക്കെ പഠിച്ചവർക്ക് അറിയാം. അരിസ്റ്റോട്ടലിന്റെ ലോ ഓഫ് ഐഡന്റിറ്റി, ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ ആൻഡ് ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ, ഇതിൽ മൂന്നിലുള്ളത് ഈ ഐഡന്റിറ്റിയെ പറ്റിയുള്ള ധാരണയാണ്. നിങ്ങളൊരു കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോൾ ആ കാര്യം തന്നെയാണ് എന്നുള്ളത് പ്രീസപ്പോസ് ചെയ്യാതെ നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റും. എന്തിനെപ്പറ്റി ചിന്തിക്കുമ്പോഴും നിങ്ങൾ അതിനൊരു ഐഡന്റിറ്റി വെച്ചുകൊണ്ടാണ് നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ചിന്തയുടെ ഒരു അടിസ്ഥാന നിയമമാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അത് ലംഘിക്കപ്പെട്ടുകൂടാ, അത് അലംഘനീയമായ ഒന്നാണ്. കാരണം ചിന്തിക്കണമെങ്കിൽ അത് വേണം. നിങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിലും ചിന്തിക്കപ്പെടുന്നതിന് ഒരു ഐഡന്റിറ്റി കൽപ്പിക്കുന്നുണ്ട് അവിടെ. ഓക്കെ, ഈ കൽപ്പിക്കപ്പെടാതെ അങ്ങനെ കൽപ്പന ഇല്ലാതെ നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കാൻ പറ്റില്ല. അതാണ് അരിസ്റ്റോട്ടലിയൻ അല്ല ശരിക്ക്, അതൊരു പ്രാചീന ഗ്രീക്ക് ലോജിക്കിന്റെ അടിസ്ഥാനമായിട്ടുള്ള 3 നിയമങ്ങളാണ് ലോ ഓഫ് ഐഡന്റിറ്റി, ലോ ഓഫ് നോൺ കോൺട്രഡിക്ഷൻ ആൻഡ് ലോ ഓഫ് എക്സ്ക്ലൂഡഡ് മിഡിൽ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തില്ല. അപ്പോൾ നമ്മുടെ ചിന്ത എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഇങ്ങനെ സ്ട്രക്ചേർഡാണ്. നിങ്ങൾ എന്തിനെപ്പറ്റി ചിന്തിക്കുമ്പോഴും അതിൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പ്രീസപ്പോസ്ഡ് ആണ്. ജെൻഡറിനെ പറ്റി നമ്മൾ പറയുമ്പോഴും അല്ലെങ്കിൽ മറ്റെന്തിനെ പറ്റി പറയുമ്പോഴും നമ്മൾ അതിന് അതാക്കുന്ന എന്തോ ഒന്നുണ്ട് എന്ന് സങ്കല്പിക്കാതെ എന്തോ ഒന്ന് അവിടെയുണ്ട്. ഇതിനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3 തലത്തിൽ ഇതിന് എതിരായി ചിന്തിച്ച 3 പേരുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ഹെഗല്, കുറെ പേരുണ്ട് കേട്ടോ. ഇത് ഞാൻ ഈ 3 പേരെന്ന് പറയുന്നത് ബട്ട്ലറെ സ്വാധീനിച്ച 3 പേര് എന്നുള്ള അർത്ഥത്തിലാണ്. ജനതയും അല്ലെങ്കിൽ സ്ട്രക്ചറലിസ്റ്റുകളും ഒക്കെ ഈ ഐഡന്റിറ്റി, പ്രോബ്ലം ഓഫ് ഐഡന്റിറ്റി ആണ് പ്രധാനമായിട്ട് നിങ്ങൾക്കറിയാം. സ്ട്രക്ചറലിസ്റ്റുകൾ പറയാ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ, ഐഡന്റിറ്റി ഈസ് എ ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ എന്നാണ്. ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ മാത്രമാണ് ഐഡന്റിറ്റി. ലാംഗ്വേജിന്റെ ഐഡന്റിറ്റിയെ പറ്റിയാണ് പ്രധാനമായിട്ട് പറയുന്നത്. ലിംഗ്വിസ്റ്റിക് ഐഡന്റിറ്റിയെ പറ്റിയാണ് പറയുന്നത്. ഭാഷാപരമായ ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഒരു ഡിഫറൻഷ്യൽ ഫംഗ്ഷൻ മാത്രമാണ് എന്നാണ് സസൂറിയൻ സ്ട്രക്ചറലിസ്റ്റുകൾ പറയുക. ദരിദ്ര പറയുക അത് ഡിഫറിങ്ങും ഡഫറിങ്ങും ഉണ്ട്, അതുകൊണ്ട് ഐഡന്റിറ്റി ഒരിക്കലും ഉണ്ടാവുന്നില്ല. ഇങ്ങനെ ഒരുപാട് പേര് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഇവിടെ ബട്ട്ലറെ സ്വാധീനിച്ചിട്ടുള്ള 3 പേര് എന്ന രീതിയിൽ, ഒന്ന് ഹെഗൽ പറയാം നിങ്ങൾ ഏതൊന്നും അതാവുന്നത് അതല്ലാത്ത ഒന്നിനെ അത് ഓക്കെ A can be A only when there is something with which it can be contrasted. അല്ലേ, നിങ്ങൾക്ക് അതുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യാവുന്ന ഒന്നുമായിട്ട് തട്ടിച്ച് നോക്കിക്കൊണ്ട് മാത്രമേ എ ആവണമെങ്കിൽ എ അല്ലാത്ത എന്തെങ്കിലും ഉണ്ടാവണം. ഓക്കെ, ആളുണ്ടാവണമെങ്കിൽ
ആണല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ടാവും. പെണ്ണുണ്ടാവണമെങ്കിൽ പെണ്ണല്ലാത്ത മറ്റെന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ പെണ്ണല്ലാത്ത ഒന്നിനെ പെണ്ണ് എന്ന് പറയുന്ന കാറ്റഗറി വാസ്തവത്തിൽ ഓക്കെ ഉൾക്കൊള്ളുന്നുണ്ട്. എ ഇംപ്ലൈസ് നോട്ട് എ. ഓക്കെ, അപ്പൊ സ്ത്രൈണം എന്ന് പറയണമെങ്കിൽ സ്ത്രൈണമല്ലാത്ത ഒന്നിനെ ഓക്കെ സ്ത്രൈണമല്ലാത്ത ഒന്നിന് ഒന്നുണ്ടെങ്കിൽ മാത്രമാണ് സ്ത്രൈണതയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? ഓക്കെ, നോട്ട് എ അത് ഇംപ്ലൈ ചെയ്യുന്നുണ്ട്, അത് ഉൾക്കൊള്ളുന്നുണ്ട്. ഓക്കെ, അപ്പൊ എ ഈസിക്കൽ ടു എ എന്ന് പറയുന്നതിന് പകരം എ ഇംപ്ലൈസ് നോട്ട് എ എന്നാണ് ഫുക്കോന്റെ വാദം. മൂന്നാമത്തെ എ ക്യാൻ ബി എ ഓൺലി വെൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ വിത്തിൻ എ സിസ്റ്റം. അതിനെ നമുക്ക് ഡിസ്കോഴ്സ് ഉപയോഗിക്കാം. ഫുക്കോ വിളിക്കുന്ന ആ വാക്ക് തന്നെ ആ പദം തന്നെ നമുക്ക് ഉപയോഗിക്കാം. എ ആവുന്ന ഒരു ഡിസ്കോഴ്സിനുള്ളിലാണ്. അതാണ് പറയുന്ന അർത്ഥം. എ ആവുന്ന ഒരു ഡിസ്കോഴ്സിനുള്ളിലാണ് എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീ എന്ന് പറയുന്നത് ഉണ്ടാവണമെങ്കിൽ ഓക്കെ സ്ത്രീയായി ക്ലാസിഫൈ ചെയ്യപ്പെടുന്ന ഓക്കെ സ്ത്രീയെ സ്ത്രീ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഉള്ള ഒരു ഡിസ്കോഴ്സിന്റെ അകത്ത് മാത്രമേ സ്ത്രീ ആവുന്നുള്ളൂ. അല്ലെ പുരുഷൻ എന്ന് നിങ്ങൾ പറയണമെങ്കിൽ ഓക്കെ പുരുഷൻ ഒന്നിനെ നിങ്ങൾക്ക് പുരുഷനായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഓക്കെ അല്ലെങ്കിൽ പുരുഷനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒരു ക്ലാസിഫിക്കേറ്ററി സിസ്റ്റത്തിനകത്ത് മാത്രമാണ് സ്ത്രീയും പുരുഷനും ഒക്കെ ആവുന്നത്. എന്തും ആവുന്നത്. ഓക്കെ, ഫുക്കോ പറയുന്ന ഫുക്കോന്റെ പഠനങ്ങൾ നമുക്കറിയാം. മാഡ്നസിനെ പറ്റി പഠിക്കുമ്പോൾ ഫുക്കോ പറയും മാഡ്നസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? മാഡ്നസ് മറ്റൊന്നിൽ നിന്ന് വേർതിരിക്കുന്ന ഒരു ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം ഉണ്ടാവും. നോർമലും അബ്നോർമലും തമ്മിൽ വേർതിരിക്കപ്പെടുന്ന ഒരു സിസ്റ്റം ഉണ്ടാവും. സൈക്കോളജി സൈക്കാട്രി എന്നൊക്കെ പറയാവുന്ന ഒരു സിസ്റ്റത്തിനുള്ളിൽ മാത്രമാണ് നോർമൽ എന്ന് പറയുന്നുണ്ടാവുന്ന അബ്നോർമൽ എന്ന് പറയുന്നുണ്ടാവുന്നത്. അപ്പൊ വാസ്തവത്തിൽ അബ്നോർമാലിറ്റിയെ ഉണ്ടാക്കുന്നത് സൈക്കോളജിയാണ്, തിരിച്ചല്ല. സൈക്കോളജി അബ്നോർമാലിറ്റി ചികിത്സിക്കല്ല ചെയ്ത് സൈക്കോളജിയാണ് വാസ്തവത്തിൽ അബ്നോർമൽ ഉണ്ടാക്കുന്നത്. കാരണം അതിനുള്ളിലാണ്, ആ ഡിസ്കോഴ്സിന്റെ ഉള്ളിലാണ് നോർമൽ ബിക്കമിങ് നോർമൽ ആൻഡ് അബ്നോർമൽ ബിക്കംസ് അബ്നോർമൽ. സോ ആ സിസ്റ്റം ആണ്, ആ ഡിസ്കോഴ്സ് ആണ്, ആ ഡിസ്കോഴ്സിന്റെ ഉള്ളിലാണ് ഐഡന്റിറ്റി എന്ന് പറയുന്നത് സാധ്യമാണ്. ഓക്കെ, ഫുക്കോ അതേ രീതിയിലുള്ള പഠനമാണ് പിന്നെ അവസാനം വരെ നടത്തിയിട്ടുള്ളത്. ചെറിയ മാറ്റമുണ്ട്. ആർക്കിയോളജിക്കൽ രീതിയിൽ നിന്ന് പിന്നെ ജിനിയോളജിക്കൽ ആയിട്ടുള്ള സ്റ്റഡി രീതിയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ പോലും അവസാനത്തെ പ്രധാനപ്പെട്ട വർക്കായിട്ടുള്ള ഹിസ്റ്ററി ഓഫ് സെക്ച്വാലിറ്റിയിലും ഫുക്കോ പറയുന്നത് ഇത് തന്നെയാണ്. സെക്സ്ഡ് ബോഡി എന്ന് പറയുന്നൊന്നുമില്ല. സെക്സ്ഡ് ബോഡി എന്ന് പറയുന്നൊന്നുമില്ല. ഓക്കെ, സെക്സ്ഡ് ബോഡി എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് ഓക്കെ സെക്ച്വാലിറ്റി എന്ന് പറയുന്ന ഡിസ്കോഴ്സിന്റെ ഉള്ളിലാണ്. ഓക്കെ, ഇത് പ്രത്യേക രീതിയിൽ സെക്ഷൽ ആയിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെടാം. ബോഡി ശരീരങ്ങളെ പ്രത്യേക രീതിയിൽ ക്ലാസിഫൈ ചെയ്യുന്ന സെക്ഷുവാലിറ്റിയുടെ ഒരു ഡിസ്കോഴ്സിന്റെ ഉള്ളിൽ മാത്രമാണ് സെക്സ് എന്ന് പറയുന്നത്. അല്ലാണ്ട് ബോഡിയുടെ ഒരു ഫീച്ചർ അല്ല സെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ബോഡിയിലുള്ള ബയോളജിക്കൽ ആയിട്ടുള്ള ഒരു പ്രത്യേകതയോ ഒരു ഡ്രൈവോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു ഡിസ്പോസിഷനോ ഒന്നുമല്ല സെക്സ് എന്ന് പറയുന്നത്. കാരണം ബോഡി തന്നെ ഒരു ഡിസ്കോഴ്സിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത്. ബയോളജിക്കൽ ബോഡി ഇസ് എ മിത്ത് എന്നാണ് ഫുക്കോ പറയുന്നത്. ഓക്കെ, ജൈവശാസ്ത്രപരമായ ശരീരം എന്ന് പറയുന്നൊന്നില്ല. ഓക്കെ, ശരീരം എന്ന് പറയുന്നത് അത് മീനിങ് ഫുൾ ആവുന്നത് ഒരു പ്രത്യേക ഡിസ്കോഴ്സിന്റെ ഉള്ളിലാണ്. അപ്പൊ ശരീരത്തിൽ എന്തുണ്ട് എന്ന് പറയുന്നതും ഒരു ഡിസ്കോഴ്സിന്റെ ഉള്ളിൽ മാത്രമാണ് ഉണ്ടാവുന്നത്. ഉണ്ടാവുക എന്ന് പറയുന്നത് ഡിസ്കേഴ്സീവ് ആയിട്ട് മാത്രം, ഡിസ്കോഴ്സിന്റെ ഉള്ളിൽ മാത്രം. ഞാൻ ഉപയോഗിച്ചത് പറയുന്നത് ക്ലാസിഫിക്കേറ്ററി സിസ്റ്റത്തിനകത്ത് മാത്രം ആണ് എന്തും ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എന്തും ആവുന്നത്. എ ആവുന്നത്, ആണാവുന്നത്, പെണ്ണാവുന്നത്, നോർമൽ എന്ന് പറയുന്നത് ആവുന്നത്, ഓക്കെ അബ്നോർമൽ ആവുന്നത്. ഓക്കെ, ക്ലിയർ? പറഞ്ഞു മനസ്സിലായി? അപ്പൊ ഈ എ ക്യാൻ ബി എ ഓർ എ ബിക്കംസ് എ ഓൺലി വെൻ ഇറ്റ് ഇസ് ക്ലാസിഫൈഡ് വിത്തിൻ എ ക്ലാസിഫിക്കേറ്ററി സിസ്റ്റം. ഓക്കെ, ഇറ്റ് ക്യാൻ ബി കോൾഡ് ഡിസ്കോഴ്സ്. ഓക്കെ, സോ ഡിസ്കോഴ്സ് ആണ് ഐഡന്റിറ്റി. ഡിസ്കേഴ്സീവ് ആണ് ഐഡന്റിറ്റി. ഏത് ഐഡന്റിറ്റി? പിന്നെ ഞാൻ പറഞ്ഞ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള സിമൺ ദ് ബോവേയുടെ വൺ ഈസ് നോട്ട് ബോൺ ബട്ട് ബിക്കംസ് എന്നതാണ്. ഇത് ഇതേപോലെ തന്നെ പ്രധാനമായ ഒന്നാണ്. സിമൺ ദ് ബോവെ പറഞ്ഞിട്ടുള്ളത് ഒരാളെ സ്ത്രീയായിട്ട് ജനിക്കുകയല്ല, സ്ത്രീ ആയിത്തീരുകയാണ്. ആ സ്ത്രീ എന്നുള്ളത് മാറ്റിയാൽ നമുക്ക് എന്തും ജന്മനാവനാവുന്നതല്ല,
ആയിത്തീരുകയാണ്, ഒരു പ്രത്യേക സിസ്റ്റത്തിനുള്ളിൽ, ഒരു കൾച്ചറിനുള്ളിൽ ആയിത്തീരുന്ന ഒന്നാണ്. ഇതാണ് ഒരു പക്ഷേ ആദ്യകാല ഫെമിനിസ്റ്റ് തിങ്കിങ്ങിൽ സെക്സ് ജെൻഡർ ഡിസ്റ്റിങ്ഷൻ എന്നുള്ളതിന്റെ അടിസ്ഥാനമായി മാറിയ ആശയം എന്ന് പറയുന്നത്. ജെൻഡർ എന്ന് പറയുന്നത് കൾച്ചറലാണ്, സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ്. ഓക്കെ, ഒരു ബയോളജിക്കലി ഒരു പ്രത്യേക രീതിയിൽ ഉള്ള ഒരു ശരീരം അത് ജെൻഡേർഡ് ആവുന്നത്, അല്ലെങ്കിൽ അതിന് പ്രത്യേക മസ്കുലിനിറ്റിയോ അല്ലെങ്കിൽ ഫെമിനിറ്റിയോ ഒക്കെ ഉണ്ടാവുന്നത് കൾച്ചറിന്റെ ഉള്ളിലാണ്. അത് കൾച്ചറലി കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള ഒന്നാണ് ജെൻഡർ. സെക്സ് എന്ന് പറയുന്നത് ബയോളജിക്കലാണ് എന്നുള്ള ഫെമിനിസ്റ്റ് തിയറിയുടെ ആദ്യകാലത്തെ പ്രധാനപ്പെട്ട ഒരു പരികല്പന, ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സിമോൺ ദ ബോവിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. അതിന്റെയും കൂടി അടിസ്ഥാനമാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൺ ഈസ് നോട്ട് ബോൺ ബട്ട് ബിക്കംസ് എ വുമൺ എന്ന് പറയുന്ന ആശയം. ബട്ട്ലർ അതിനോട് ആഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പിന്നെ പറഞ്ഞത്. അത് ഇതാണ്. ഓക്കെ, സ്ത്രീ ആയിത്തീരുകയാണ്. ഓക്കെ, എല്ലാം ആയിത്തീരലാണ്, അല്ലാതെ ഒന്നും നാച്ചുറലി ഇല്ല, നാച്ചുറലി ഗിവൺ ആയിട്ടുള്ള ഒന്നുമില്ല. ഒക്കെ ഒരു ഡിസ്കോഴ്സിന്റെ ഉള്ളിൽ ഒരു പ്രത്യേക സിസ്റ്റം, ക്ലാസിഫിക്കേറ്റീവ് സിസ്റ്റത്തിനകത്ത് ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ ഉണ്ടായി വന്നത് ഓക്കെ എന്താണ്? ബട്ട്ലർ പറയാം. ഓക്കെ, അത് ജെൻഡർ ആണെങ്കിൽ ജെൻഡർ എന്ന് പറയുന്നത് അവിടെ ഒരു സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിനെ അല്ല സൂചിപ്പിക്കുന്നത്, നേരെ ഒരു ഡൂയിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ജെൻഡർ ഇസ് നോട്ട് ദാറ്റ് വാട്ട് വൺ ഈസ് ബട്ട് വാട്ട് വൺ ഡസ് എന്നത്. ബീയിങ് അല്ല, ഡൂയിങ് ആണ്. ഓക്കെ, ജെൻഡർ എന്ന് പറയുന്നത് ഒരു ബീയിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒന്നല്ല, ഡൂയിങ്ങിനെ സൂചിപ്പിക്കുന്നത്. അതായത് പൗരുഷം എന്ന് പറഞ്ഞാൽ എന്താ, സ്ത്രൈണത എന്ന് പറഞ്ഞാൽ എന്താ? ബട്ട്ലർ പറയാതെ ഡൂയിങ് ആണ്, പെർഫോമൻസ് ആണ്. ഓക്കെ, നിങ്ങൾ സ്ത്രൈണം എന്ന് വ്യവഹരിക്കപ്പെടുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറുന്നു, നിങ്ങൾ പെർഫോം ചെയ്യുന്നു. ഈ പെർഫോമൻസസ് ഇല്ലെങ്കിൽ മസ്കുലിനിറ്റി എന്ന് പറയുന്ന ഒന്നില്ല. ഓക്കെ, ഈ ഇത്തരം പെർഫോമൻസസ് ഇല്ലെങ്കിൽ ഫെമിനിറ്റി എന്ന് പറഞ്ഞ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഫെമിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? സത്യത്തിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പെർഫോമൻസസിനെയാണ് ഫെമിനൈൻ നമ്മൾ വിളിക്കുന്നത്, അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള പെർഫോമൻസിനെയാണ് നിങ്ങൾ മസ്കുലിൻ എന്ന് വിളിക്കുന്നത്. അതിന്റെ പിന്നിൽ ഓക്കെ, ഈ പെർഫോമൻസസിന്റെ പിന്നിൽ ഒരു പെർഫോമർ, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ജെൻഡർ വാസ്തവത്തിൽ ഒരവസ്ഥയല്ല സൂചിപ്പിക്കുന്നത്, നേരെ മറിച്ച് ഒരു ക്രിയയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ഇത് നാമപദമായിട്ടല്ല ഉപയോഗിക്കുന്നത്, നേരെ മറിച്ച് ഒരു ക്രിയാപദമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഡൂയിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ഓക്കെ, പിന്നെയാണ് ഇതുവരെയുള്ള കാര്യങ്ങൾ ഏതാണ്ട് ഞാൻ പറയുക ബട്ട്ലർ മറ്റു പലർത്തും എടുത്തിട്ടുള്ളതാണ്. നിങ്ങൾ ജെൻഡർ ട്രബിൾ വായിച്ചാൽ, ഞാൻ ഇന്നലെ ആരോട് പറയുമായിരുന്നു, ജെൻഡർ ട്രബിൾ വായിച്ചു കഴിഞ്ഞാൽ ആദ്യത്തെ 3, 4, 5 ചാപ്റ്റേഴ്സ്, 6 ചാപ്റ്റേഴ്സും മറ്റാണുള്ളത്. ആദ്യത്തെ ചാപ്റ്റേഴ്സിൽ മുഴുവനുള്ളത് മറ്റ് പല പ്രധാനപ്പെട്ട തിങ്കേഴ്സുമായിട്ടുള്ള എൻഗേജ്മെന്റ്സ് ആണ്. ജൂലിയ ക്രിസ്തേവ, ലൂസി റിഗറെ, സിമൺ ദ ബോവെ, ഫുക്കോ, ഇവരൊക്കെ ആയിട്ടുള്ള എൻഗേജ്മെന്റ്സ് ആണ് ആദ്യ ഘട്ടത്തിൽ മുഴുവൻ ആ പുസ്തകത്തിലുള്ളത്. അവസാനത്തെ ഭാഗത്ത് മാത്രമാണ് ബട്ട്ലറുടേതായിട്ടൊരു ഐഡിയ അവതരിപ്പിക്കുന്നത്. ഈ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്കെ, അല്ലെങ്കിൽ പെർഫോമേറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ആശയം അവതരിപ്പിക്കുന്ന അതിന്റെ അവസാനത്തെ ബോഡിലി ഇൻസ്ക്രിപ്ഷൻസ് ഒക്കെ പറയുന്ന അവസാനത്തെ ചാപ്റ്റർ. ഇപ്പൊ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞതൊക്കെ ഇതിന്റെ പിന്നിൽ പശ്ചാത്തലമായിട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. ബട്ട്ലർ അവതരിപ്പിക്കുന്ന ഒരു ആശയം എന്ന് പറയുന്നത് ഇതാണ്. ബട്ട്ലറുടെ പ്രധാനപ്പെട്ട ആശയം പെർഫോമേറ്റിവിറ്റി എന്ന് പറയുന്ന നോഷനാണ്. പെർഫോമേറ്റിവിറ്റി, പെർഫോമൻസ് അല്ല, പെർഫോമേറ്റീവ്. ബട്ട്ലർ തന്നെ വേർതിരിക്കുന്നത് രണ്ടാണ്. ഓക്കെ, പെർഫോമൻസ് ഇസ് ഡിഫറെന്റ് ഫ്രം പെർഫോമേറ്റീവ്. സോ ജെൻഡർ ഇസ് പെർഫോമൻസ് എന്നല്ല ബട്ട്ലറുടെ വാദം, ജെൻഡർ ഇസ് പെർഫോമേറ്റീവ്. വാട്ട് ഡസ് ഇറ്റ് ആക്ച്വലി മീൻ? എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം? ജെൻഡർ പെർഫോമേറ്റീവ് ആണ് എന്നുള്ളത് അതിന്റെ ഒരു ആശയമാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞത്. ദർ ഇസ് നോ ഡൂവർ ബിഹൈൻഡ് ദ ഡീഡ്സ് എന്ന് പറയുന്ന നീഷയുടെ. ദർ ഇസ് നോ പെർഫോമർ ബിഹൈൻഡ് ദ പെർഫോമൻസസ്. പെർഫോമർ or the identity of the performer is performatively constituted എന്നാണ് ബട്ട്ലർ പറയാം. പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എന്താ? പെർഫോമൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നിലയ്ക്ക് ഒരു പെർഫോമൻസിന്റെ പിന്നിൽ ഒരു പെർഫോമർ ഉണ്ട്. നിങ്ങൾ പെർഫോം ചെയ്യുന്നു, ഒരു ബോഡി പെർഫോം ചെയ്യുന്നു, അല്ലെ, ഒരാൾ പെർഫോം ചെയ്യുന്നു. ഇപ്പൊ the notion of performance actually implies the notion of a performer.
ഓക്കെ, ഒരു പെർഫോം ചെയ്യുന്ന ഒരാളെ നിങ്ങൾ പ്രിസപ്പോസ് ചെയ്യുന്നുണ്ട് പെർഫോമൻസ് എന്ന് പറയുമ്പോൾ. ബട്ട്ലർ പറയാം പെർഫോമേറ്റീവ്. പെർഫോമേറ്റീവ് എന്ന് പറഞ്ഞാൽ പെർഫോമൻസസിലൂടെ ഉണ്ടാവുന്ന ഒന്നാണ്. ഓക്കെ, ഡൂവർ എന്ന് പറയുന്നത് ഡീഡ്സിലൂടെ ഉണ്ടാവുന്ന ഒന്നാണ്. ദർ ഇസ് നോ ഡൂവർ ബിഹൈൻഡ് ദ ഡീഡ്സ്. ഡീഡ്സിന്റെ പിന്നിൽ ഒരു ഡൂവർ ഉണ്ട് എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു അന്ധവിശ്വാസമാണ്. ദർ ഇസ് സംവൺ ഡൂയിങ്. ഓക്കെ, ആക്ച്വലി ഡീഡ്സ് മാത്രമേ ഉള്ളൂ, ചെയ്തികൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, പെർഫോമൻസസ് മാത്രമേ ഉള്ളൂ. ഈ പെർഫോമൻസസിലൂടെ ഉണ്ടാവുന്ന ഒന്നാണ് പെർഫോമർ എന്ന് പറയുന്നത്. ഐഡന്റിറ്റി, ബോഡി ബിഹൈൻഡ്. ദർ ഇസ് നോ ബോഡി ബിഹൈൻഡ് പെർഫോമൻസസ്. ദർ ഇസ് നോ പെർഫോമർ ബിഹൈൻഡ് ദ പെർഫോമൻസസ്. പെർഫോമർ ഇസ് പെർഫോമേറ്റീവ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഇതാണ് അവർ പറയുന്നത് കാര്യം. അങ്ങനെയാണെങ്കിൽ ദർ ഇസ് നോ എ ബിഹൈൻഡ് ദ പെർഫോമൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞ എ ഐഡന്റിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയുന്ന ആ എ എന്ന് പറയുന്നത് പെർഫോമൻസസിന്റെ പിന്നിൽ നിൽക്കുന്ന ഒരു പെർഫോമർ അല്ല. ഓക്കെ, പെർഫോമൻസിന്റെ പിന്നിൽ നിൽക്കുന്ന പെർഫോമർ അല്ല എ. അല്ലെങ്കിൽ പെർഫോമൻസസിന്റെ ആബ്സെൻസിൽ നിൽക്കാൻ കഴിയുന്ന ഒന്നുമല്ല. ഇഫ് ദർ ഇസ് നോ പെർഫോമൻസ്, ദർ ഇസ് നോ പെർഫോമർ. ഓക്കെ, ഇപ്പൊ ജെൻഡർ ആരും പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ, മസ്കുലിനിറ്റി ആരും പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ, ഓക്കെ, ആണ് എന്ന് പറയുന്നൊന്നും ഇല്ലാതാവും. ആണ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നത് മാസ്കുലീൻ ആയിട്ടുള്ള കുറെ പെർഫോമൻസസിലൂടെ മാത്രമാണ്. മാസ്കുലീൻ ആയിട്ടുള്ള പെർഫോമൻസസ് നിർത്തിവെക്കാതെ, ഓക്കെ, അല്ലെങ്കിൽ അതിന്റെ ആബ്സെൻസിൽ, അതിന്റെ അഭാവത്തിൽ നിങ്ങൾക്കൊരു ആണിനെ കണ്ടെത്താൻ പറ്റില്ല. കാരണം ഒരു ആണ് അവിടെ നിൽക്കുന്നില്ല. ആണല്ല ആണായിട്ട് അഭിനയിക്കുന്നത്. ഓക്കെ, ആണത്വത്തിന്റെ ആവിഷ്കാരങ്ങൾ, പ്രകടനങ്ങൾക്ക് പിന്നിലൊരു ആണില്ല. ആണ് എന്ന് പറയുന്നത് ആണത്വത്തിന്റെ പല വിധത്തിലുള്ള ആവിഷ്കാരങ്ങളിലൂടെ രൂപപ്പെടുന്ന ഒന്നാണ്. സോ ദർ ഇസ് നോ മെയിൽ ബിഹൈൻഡ് ദ മസ്കുലീൻ പെർഫോമൻസസ്. ഓക്കെ, ദർ ഇസ് നോ സ്ത്രീ ബിഹൈൻഡ് ദ സ്ത്രൈണമായ പെർഫോമൻസസ്. ഓക്കെ, സ്ത്രൈണമായ പെർഫോമൻസിന്റെ പിന്നിലൊരു സ്ത്രീ എന്ന് പറയുന്നില്ല. അതൊരു മിത്താണ് എന്നാണ് ബട്ട്ലർ പറയാം. ഓക്കെ, ക്ലിയർ? ഇങ്ങനെയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു എ, ഐഡന്റിറ്റി ഓഫ് എ ഈസ് എ മിത്ത്. ഓക്കെ, ഇത് മൈത്തോളജിക്കൽ തിങ്. നൗ സി, ഇവിടെ മറ്റാശയങ്ങളൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഞാൻ ഒരു കാര്യത്തിൽ മാത്രമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. എന്താണ് ഈ പെർഫോമേറ്റിവിറ്റി? ഓക്കെ, ഈ ഇതിലും ഇതിന് തൊട്ട് മുമ്പായിട്ട് പറഞ്ഞ ഈ പെർഫോമേറ്റീവ് എന്ന് പറയുന്നതും പെർഫോമൻസ് തമ്മിലുള്ള വ്യത്യാസമില്ല. വാസ്തവത്തിൽ ഈ പെർഫോമേറ്റീവ് എന്നുള്ളത് ഇവിടെ ഫിലോസഫി പഠിക്കുന്നവർക്കറിയാം. ഒരു ഇംഗ്ലീഷ് തത്വചിന്തകനായ ജെ.എൽ. ഓസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഭാഷാ തത്വചിന്തകൻ, ലിംഗ്വിസ്റ്റിക് ഫിലോസഫർ ആയിട്ടൊരു ആള് ആണ് ഈ പെർഫോമേറ്റീവ് അട്ടറൻസ് എന്ന് പറയുന്ന ഒരു ആശയം അവതരിപ്പിക്കുന്നത്. പെർഫോമേറ്റീവ് അട്ടറൻസ് എന്ന് പറയുന്നത് ജെ.എൽ. ഓസ്റ്റിൻ വാസ്തവത്തില് ഒരു ഫിലോസഫി ഓഫ് ലാംഗ്വേജ് എന്ന് വിളിക്കാവുന്ന ഒരു ശാഖയുടെ അതിന്റെ ശാഖയിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. സാധാരണ നിലയ്ക്ക് കോണ്ടിനെന്റൽ ഫിലോസഫേഴ്സിനെ ഒന്നും വലിയ കാര്യമായിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ആരും സംസാരിക്കില്ല. ഓഫ്കോഴ്സ് ദരിത ഒരു ലേഖനം എഴുതിയിട്ട്, ഒരു പഠനം എഴുതിയിട്ടുണ്ട് ഓസ്റ്റിനെ പറ്റി. അത് കഴിഞ്ഞാൽ അതിലപ്പുറം വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല സാധാരണ നിലയ്ക്ക്. കാരണം ഇത് രണ്ട് ട്രഡീഷൻ ആയിട്ടാണ് കൊടുക്കുന്നത്. കോണ്ടിനെന്റൽ ട്രഡീഷൻ എന്ന് പറയുന്നത്, മറ്റൊന്ന് ആംഗ്ലോ അമേരിക്കൻ, ആംഗ്ലോ സാക്സൺ ട്രഡീഷൻ എന്ന് പറയുന്നത്. പരസ്പരം വലിയ കൊള്ള കൊടുക്കലൊന്നും ഇല്ലാതെ പോയിട്ടുള്ള രണ്ട് ട്രഡീഷനാണ്. അതിലെ ഒരാളാണ് ജെ.എൽ. ഓസ്റ്റിൻ. ജെ.എൽ. ഓസ്റ്റിനാണ് ഈ വാക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത്, പെർഫോമേറ്റീവ് എന്നുള്ള വാക്ക്. ഡിക്ഷണറി നോക്കിയാൽ കാണില്ല പെർഫോമേറ്റിവിറ്റി എന്ന് പറയുന്നത്. ഒരു പുതുതായിട്ടുണ്ടാക്കിയൊരു വാക്കാണ്. പെർഫോമേറ്റീവ് അട്ടറൻസ് എന്നാണ് ജെ.എൽ. ഓസ്റ്റിൻ ഉപയോഗിക്കുന്ന വാക്ക്. രണ്ട് തരത്തിലുള്ള അട്ടറൻസസിനെ പറ്റി ഓസ്റ്റിൻ പറയുന്നുണ്ട്. ഒന്ന് കോൺസ്റ്റാന്റീവ് എന്നാണ് ആൾ ഉപയോഗിക്കുന്നത്. നമുക്ക് അതിനെ ഡിസ്ക്രിപ്റ്റീവ് എന്ന് ഉപയോഗിക്കാം. തൽക്കാലത്തേക്ക് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അട്ടറൻസ്. മറ്റൊന്ന് പെർഫോമേറ്റീവ് അട്ടറൻസ്. ഓസ്റ്റിൻ പറയുന്നത് രണ്ട് തരത്തിലുള്ള അട്ടറൻസസ് ഉണ്ട്, രണ്ട് തരത്തിലുള്ള സ്പീച്ച് ആക്ട്സ് ഉണ്ട്, അട്ടറൻസസ് ഉണ്ട്. ഒന്ന് പെർഫോമേറ്റീവ് ആയിട്ടുള്ള അട്ടറൻസ്, മറ്റൊന്ന് ഡിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ കോൺസ്റ്റാന്റീവ് ആയിട്ടുള്ള. കോൺസ്റ്റാന്റീവ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങളൊരു കാര്യം റിപ്പോർട്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഇന്നലെ അങ്ങോട്ട് പോയി എന്ന് പറയുന്നത് ഐ എം റിപ്പോർട്ടിങ്. ഞാൻ ഇന്നലെ നടന്നൊരു സംഭവത്തെ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഇന്നൊരു സെമിനാർ ഉണ്ട് എന്ന് ഞാൻ പറയുമ്പോൾ ഇന്ന് നടക്കുന്നൊരു സെമിനാർ ഞാൻ റിപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ഉള്ളൊരു കാര്യത്തെ പറ്റി ഞാൻ പറയുന്നതിനെയാണ് കോൺസ്റ്റാന്റീവ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറയുന്നത്.
ഇതൊരു യൂണിവേഴ്സിറ്റിയാണ് എന്ന് പറയുമ്പോൾ അത് റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറയുകയാണ്. ഭാഷയെ പൊതുവെ നമ്മൾ ഇങ്ങനെയാണ് കരുതുന്നത്. ഭാഷ ലോകത്തെ പറ്റിയോ നടന്ന സംഭവങ്ങളെ പറ്റിയോ നടക്കുന്ന സംഭവങ്ങളെ പറ്റിയോ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ പറ്റിയോ ഒക്കെ പറയുന്ന ഒരു സാധനമാണ് ഭാഷ. ഇതാണ് നമ്മൾ ഭാഷയെ പറ്റിയുള്ള പൊതുവായ നമ്മുടെ ഒരു ധാരണ, അല്ലെ? ഭാഷ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭാഷയെ പറ്റിയുള്ള ഒരുപാട് സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഭാഷ എന്താണെന്ന് നമുക്ക് ക്ലിയർ ആണ്. ഭാഷ ലോകത്തെ പറ്റി പറയാനുള്ള ഒരു കാര്യമാണ്. ഉള്ളതിനെ പറ്റി, ഉള്ള വസ്തുക്കളെ പറ്റി അല്ലെങ്കിൽ ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്ന വസ്തുക്കളെ പറ്റി ഒക്കെ പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഗതിയായിട്ടാണ് നമ്മൾ ഭാഷയെ എടുക്കുന്നത്. നടന്ന സംഭവങ്ങളെ പറ്റി, നടക്കുന്ന സംഭവങ്ങളെ പറ്റി, നടക്കാനിരിക്കുന്ന സംഭവങ്ങളെ പറ്റി ഒക്കെ പറയാനുള്ള ഒരു മാധ്യമമായിട്ടാണ് നമ്മൾ ഭാഷ എടുക്കുന്നത്. അപ്പോൾ ഭാഷയുടെ അപ്പുറത്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഭാഷ അതിനെ നിങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു, അല്ലെ? ഭാഷ അതിനെ പറ്റിയുള്ള റിപ്പോർട്ട് നമുക്ക് തരുന്നു. ഇതാണ് ഭാഷയെ പറ്റിയുള്ള പൊതുവായ ധാരണ. ഓസ്റ്റിൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഇതല്ലാതെ മറ്റൊരു തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ശ്രദ്ധിക്കൂ, അട്ടറൻസസ് ശ്രദ്ധിക്കുന്നു. ഓക്കെ, ഈ അട്ടറൻസസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് they are not reporting anything, they are not saying anything about the world, something which has happened or something which is happening, something which is going to happen. ഇതിനെപ്പറ്റി ഒന്നുമല്ല ചില തരത്തിലുള്ള അട്ടറൻസസ് സംസാരിക്കുന്നത്. നേരെ മറിച്ച് അവ സംസാരിക്കുകയല്ല ചെയ്യുന്നത്, അവ ഒന്നും പറയുകയല്ല ചെയ്യുന്നത്, അവ ചില കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹൗ ടു ഡു തിങ്സ് വിത്ത് വേർഡ്സ് എന്നുള്ളൊരു ചെറിയ പുസ്തകം ഓസ്റ്റിൻ എഴുതിയിട്ടുണ്ട്. ഹൗ ടു ഡു തിങ്സ് വിത്ത് വേർഡ്സ്, വാക്കുകൾ കൊണ്ട് എങ്ങനെ പ്രവൃത്തി ചെയ്യാം ആണ് പുസ്തകം. അവിടെ ഓസ്റ്റിൻ പറയുന്നത് വാക്കുകൾ പ്രവൃത്തി ചെയ്യുന്ന സാധനങ്ങളാണ്. പ്രത്യേകിച്ച് ഈ പറഞ്ഞ പെർഫോമേറ്റീവ് അട്ടറൻസസിന്റെ കോണ്ടെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ പ്രവൃത്തി ചെയ്യുന്ന വാക്കുകൾ എന്നാണ് ഓസ്റ്റിൻ പറയുന്നത്. ഉദാഹരണത്തിന് ഞാൻ നിങ്ങളോട് താങ്ക് യു എന്ന് പറയുക. ഞാൻ താങ്ക് യു എന്ന് പറയുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? ഐ ആം താങ്കിങ് യു, ഒരു പ്രവൃത്തിയാണ്. ഓക്കെ, താങ്ക് യു എന്ന് പറയുമ്പോൾ ഞാൻ ഒരു പ്രവൃത്തി ചെയ്യുകയാണ്, താങ്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതല്ലാതെ വേറെ വഴിയില്ല എനിക്ക്. ഓക്കെ, ഐ താങ്ക് ഹിം എന്ന് പറഞ്ഞാൽ അത് റിപ്പോർട്ടിംഗ് ആണ്. ഓക്കെ, ഐ താങ്ക് ഹിം ഓർ ഹർ, ഐ താങ്ക് ദം എന്ന് പറയുമ്പോൾ റിപ്പോർട്ട് ചെയ്യാം. നടന്നൊരു കാര്യത്തെപ്പറ്റി ഞാൻ റിപ്പോർട്ട് ചെയ്യാം. ഞാൻ വെച്ചാൽ താങ്ക് യു എന്ന് ഞാൻ പറയുമ്പോൾ ഓക്കെ, ദിസ് ഇസ് എ പെർഫോമേറ്റീവ് ഓക്കെ അട്ടറൻസ് ദാറ്റ് ബൈ സേയിങ് ഐ എം ഡൂയിങ് സംതിങ്. ഓക്കെ, ബൈ മീൻസ് ഓഫ് അട്ടറിങ്, okay, by means of the very utterance I am doing something, I am thanking you. Okay, so ഈ വാക്കുകൾ പ്രവൃത്തി ചെയ്യുന്ന വാക്കുകളാണ്. കാരണം അവ പറയുന്നതിലൂടെ ചില കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഉള്ളൊരു കാര്യത്തെപ്പറ്റി പറയല്ലേ, തമ്മിലുള്ള വ്യത്യാസം പ്രധാനമാണ്. ഓക്കെ, ഉള്ളൊരു കാര്യത്തെപ്പറ്റി നിങ്ങൾ പറയുന്നതിലൂടെ ഒരു കാര്യം ഉണ്ടാവുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ് പെർഫോമേറ്റീവ് അട്ടറൻസും കോൺസ്റ്റാന്റീവ് അട്ടറൻസും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇന്നലെ ഞാൻ അങ്ങോട്ട് പോയി എന്ന് പറയുമ്പോൾ ഉള്ളൊരു കാര്യത്തെപ്പറ്റി, ഉണ്ടായ ഒരു കാര്യത്തെപ്പറ്റി ഞാൻ പറയുകയാണ്. ഓക്കെ, ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കുകയാണ് എന്ന് പറയുമ്പോൾ നടക്കുന്നൊരു കാര്യത്തെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാം, ഉള്ള ഒരു കാര്യത്തെപ്പറ്റി പറയാം. ഒരു മേശ അവിടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഉള്ളൊരു കാര്യത്തെപ്പറ്റി പറയാം. ഓക്കെ, ഈ മേശ ഇന്നു മുതൽ അല്ലെങ്കിൽ ഈ കപ്പൽ ഇന്നു മുതൽ ക്വീൻ എലിസബത്ത് എന്നറിയപ്പെടും എന്ന് ഒരു അധികാരിയായിട്ട് ഒരാൾ പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഓക്കെ, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് പെർഫോമേറ്റീവ് ആണ്. ഓക്കെ, ഒരു പെർഫോമേറ്റീവ് അട്ടറൻസ് ആണ്. ഓക്കെ, അതായത് പറയുന്നതിലൂടെ ഒരു ഇന്ത്യ ഉണ്ടാവുകയാണ്. ഇന്ത്യ ഷാൽ ബി ദ ഡെമോക്രാറ്റിക് സെക്യുലർ റിപ്പബ്ലിക് എന്ന് പറയുമ്പോൾ ഓക്കെ, അതൊരു അട്ടറൻസ് ആണ്, അതൊരു പെർഫോമേറ്റീവ് അട്ടറൻസ് ആണ്. അതിലൂടെ ഡെമോക്രാറ്റിക് സെക്യുലർ ആയിട്ടൊരു ഇന്ത്യ ഉണ്ടാവുകയാണ്. ഓക്കെ, ഇങ്ങനെ ഉണ്ടാക്കുന്ന വാക്കുകളെയാണ് ഓക്കെ, ഉള്ളതിനെ പറ്റി റിപ്പോർട്ട് ചെയ്യല്ല, ഉണ്ടാക്കുന്ന വാക്കുകളെയാണ് ഓസ്റ്റിൻ പെർഫോമേറ്റീവ് അട്ടറൻസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഓക്കെ, ഓസ്റ്റിൻ തന്നെ പറയുന്ന ഉദാഹരണമാണ് ദിസ് ഷിപ്പ് ഓക്കെ ഷാൽ ബി ക്വീൻ എലിസബത്ത് ഓക്കെ എന്ന് ഒരു പ്രസിഡന്റോ ആരെങ്കിലും ഒരാളും ഡിക്ലെയർ ചെയ്യുകയാണെങ്കിൽ ആ നിമിഷത്തിൽ ഒരു ക്വീൻ എലിസബത്ത് എന്ന് പറയുന്ന ഒരു കപ്പൽ ഉണ്ടാവുകയാണ്. ഓക്കെ, മുമ്പുള്ളൊരു കപ്പലിനെ പറ്റി നിങ്ങൾ പറയുകയല്ല ചെയ്യുന്നത്. ക്വീൻ എലിസബത്ത് എന്ന് പറയുന്ന ഒരു കപ്പല് ഈ വാക്കുകളിലൂടെ ഉണ്ടായി വരികയാണ്. ഈ ഭാഷയിലൂടെ, ഈ പ്രസ്താവത്തിലൂടെ, ഈ അട്ടറൻസിലൂടെ, ഈ ഉച്ചാരണത്തിലൂടെ ഒരു ഉണ്മ ഉണ്ടായി വരുന്നു, ഒരു കാര്യം ഉണ്ടായി വരുന്നു. ഓക്കെ, ഇതിനെയാണ് പെർഫോമേറ്റീവ് എന്ന് ഓസ്റ്റിൻ പറഞ്ഞത്. ഇപ്പൊ ദരിദ്രയും മറ്റ് ആളുകളൊക്കെ പറഞ്ഞൊരു കാര്യം, വാസ്തവത്തിൽ എല്ലാ അട്ടറൻസും പെർഫോമേറ്റീവാണ്. എല്ലാ അട്ടറൻസും ഈ വ്യത്യാസം തന്നെ അതിനെ അപനിർമ്മിച്ചുകൊണ്ട് ദരിദ്രയെ പോലുള്ള ആളുകൾ പറയാം എവ്രി അട്ടറൻസ് ഈസ് പെർഫോമേറ്റീവ്.
There is performativity at the very fundamental level of language. That you speak, you create. Okay? നിങ്ങൾ സംസാരിക്കുമ്പോൾ, നിങ്ങൾ പറയുമ്പോൾ ഒന്ന് ഉണ്ടാക്കുന്നുണ്ട്, ഉണ്ടാക്കൽ നടക്കുന്നുണ്ട് അവിടെ. ഉള്ളതിനെ പറ്റി പറയാനല്ല. ക്ലിയർ ആണോ ഞാൻ പറഞ്ഞത്? ഞാൻ അതിന്റെ മുഴുവനിലേക്ക് പോകുന്നില്ല. ബട്ട്ലർ ഈ ഒരു ആശയമാണ്, പെർഫോമേറ്റീവ് എന്നുള്ള ഈ ആശയമാണ് ബട്ട്ലർ ഉപയോഗിക്കുന്നത്. എന്താണ് ബട്ട്ലർ ഇത് ഇവിടെ ഈ കോണ്ടെക്സ്റ്റിൽ, പ്രത്യേകിച്ച് ജെൻഡറിന്റെ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നതിന്റെ സാങ്കത്യം എന്ന് നമുക്ക് നോക്കാം. ഞാൻ നമ്മുടെ ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ 2-3 സ്ഥലങ്ങളിൽ പറഞ്ഞ ഒരു ഉദാഹരണം വീണ്ടും എടുക്കുകയാണ്, ആവർത്തനത്തിൽ ക്ഷമ ചോദിച്ചുകൊണ്ട്. ബട്ട്ലർ പറയുന്ന ഒരു കാര്യം, ഒരു പെർഫോമേറ്റിവിറ്റിയുടെ ഉദാഹരണമായിട്ട് പറയുന്നത്, ജെൻഡറുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ബട്ട്ലർ പറയുന്ന ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കും, ഒരു കൈൻഡ് ഓഫ് ഇന്റർപലേഷൻ എടുക്കുക. ഒരു ഫീറ്റസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് ഒരു ഡോക്ടർ പറയുകയാണ് ഇറ്റ് ഈസ് എ ഗേൾ എന്ന് പറയുന്നു. ബട്ട്ലറുടെ തന്നെ പ്രസിദ്ധമായ ഉദാഹരണമാണത്. അതായത് ഗർഭസ്ഥ ശിശുവിന്റെ ജെൻഡർ മനസ്സിലാക്കിക്കൊണ്ട്, പിന്നെ സെക്സ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു ഡോക്ടർ അച്ഛനോടോ അമ്മയോടോ പറയാണ് ഇറ്റ്സ് എ ഗേൾ, ഇറ്റ് ഈസ് എ ഗേൾ എന്ന് പറയുന്നു. ഇതൊരു സ്ത്രീയാണ് എന്ന് പറയുന്നു. ബട്ട്ലർ പറയുന്നത് വാട്ട് കൈൻഡ് ഓഫ് അട്ടറൻസ് ഇറ്റ് ഈസ്. ഓക്കെ, ഇത് എന്ത് തരത്തിലുള്ള അട്ടറൻസ് ആണ്? സാധാരണ നിലയ്ക്ക് ഓസ്റ്റീനിയൻ എന്ന് വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് അട്ടറൻസ് ആണ്. ഉള്ളൊരു കാര്യത്തെ റിപ്പോർട്ട് ചെയ്യാം. ഉള്ളൊരു കാര്യം അത് സ്ത്രീയാണ്, സ്ത്രീ ആയിട്ടുള്ള, ബയോളജിക്കലി സ്ത്രീയായി ഐഡന്റിഫൈ ചെയ്യപ്പെട്ട ഒന്നിനെ നിങ്ങൾ സ്ത്രീയാണെന്ന് പറയുന്നു അല്ലെ. കോൺസ്റ്റാന്റീവ് ആയിട്ടുള്ള ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അട്ടറൻസ് ആണ്. ഇതൊരു മേശയാണ്, ഇതൊരു കസേരയാണ്, എ ആണ് എന്നൊക്കെ പറയുന്ന പോലെ, എ ഇസ് എ എന്ന് പറയുന്നത് പോലെ, ദിസ് ഈസ് എ എന്ന് പറയുന്ന പോലെ, ദിസ് ഈസ് മെയ്റ്റ് എന്ന് പറയുന്നത് പോലെ. ഓക്കെ, ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അട്ടറൻസ് ആണ് ഈ നേരത്തെ പറഞ്ഞ ഇറ്റ് ഈസ് എ ഗേൾ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ഒരു ജീവൻ ഉണ്ടാവുമ്പോൾ ആദ്യം ഉണ്ടാവുന്ന അട്ടറൻസ് അതാണ്. ഒന്നുകിൽ പ്രസവത്തിന് ശേഷമായിരിക്കും, അല്ലെങ്കിൽ പ്രസവത്തിന് മുമ്പ് തന്നെ ഡോക്ടറോ മറ്റുള്ളവരോ പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഈസ് എ ഗേൾ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ബോയ് എന്നായിരിക്കും, അല്ലെങ്കിൽ ഇറ്റ് ഈസ് സംതിങ്, ഇറ്റ് ഈസ് എ ഓർ ബി. ബട്ട്ലർ വാദിക്കുന്ന ഒരു കാര്യം, ഇതൊരു ഡിസ്ക്രിപ്റ്റീവ് അട്ടറൻസ് അല്ല, ഇതൊരു പെർഫോമേറ്റീവ് അട്ടറൻസ് ആണ്. ആ വ്യത്യാസം മനസ്സിൽ വെക്കുക. പെർഫോമേറ്റീവ് അട്ടറൻസും ഡിസ്ക്രിപ്റ്റീവ് അട്ടറൻസും ഉണ്ട്. ഡിസ്ക്രിപ്റ്റീവ് പറഞ്ഞാൽ ഉള്ള ഒന്നിനെ പറ്റി പറയലാണ്. പെർഫോമേറ്റീവ് അട്ടറൻസ് പറഞ്ഞാൽ ഒന്നിനെ ഉണ്ടാക്കലാണ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗേൾ എന്ന് പറഞ്ഞൊരു പെർഫോമേറ്റീവ് അട്ടറൻസ് ആണ്. കാരണം അതിലൂടെ ഒരു ഗേൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് എന്നാണ് ബട്ട്ലറുടെ ഒരു വാദം. അതിന് ബട്ട്ലർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളതിൽ ശ്രദ്ധിക്കുക, അതിന്റെ ഗ്രാമർ ഇറ്റ് ഈസ് എ ഗേൾ. ഇറ്റ് എന്ന് പറയുന്നത് ഒരു ജെൻഡർ ന്യൂട്രൽ ആയിട്ടുള്ള ഒന്നാണ്. ഇറ്റ് എന്തിനേയും നിങ്ങൾ ഉപയോഗിക്കാം അല്ലെ. ജെൻഡർ മാത്രമല്ല, ഏത് വസ്തുവിനെയും നിങ്ങൾ ഇറ്റ് എന്നാണ് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് എ ടേബിൾ, ഓക്കെ, ഇറ്റ് ഈസ് എ ഡെസ്ക്, ഓക്കെ, ഇറ്റ് ഈസ് എ യൂണിവേഴ്സിറ്റി, ഓക്കെ, ഇറ്റാണ്, ജെൻഡർ ന്യൂട്രലാണ്, എവിടെ ഉപയോഗിക്കാം. ഇറ്റ് ഈസ് എ ഗേൾ എന്ന് പറയുമ്പോൾ ഇറ്റിനെ നിങ്ങൾ ഗേൾ ചെയ്യാണ്. ഓക്കെ, ഇറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബീങ് ഗേൾഡ് എന്നാണ് ബട്ട്ലർ ഉപയോഗിക്കുന്ന വാക്ക്. ഇറ്റിനെ നിങ്ങൾ ഗേളിങ് നടത്തും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇറ്റ് ഉപയോഗിക്കില്ല, പിന്നെ ഗേൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഇറ്റ് ബിക്കംസ് എ ഗേൾ. ഇറ്റ് ഈസ് എ ഗേൾ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ ആയ ഒരു ശരീരത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ പറയുകയല്ല ചെയ്യുന്നത് ഇറ്റ് ഈസ് എ ഗേൾ എന്ന്. ആ പറയുന്നതിലൂടെ ഒരു ഗേൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ബൈ അട്ടറിങ്, ബൈ ദ വെരി മീൻസ് ഓഫ് അട്ടറൻസ്, എ ഗേൾ ഈസ് ബീങ് ബോൺ ത്രൂ ഗേളിങ് എന്നാണ് ബട്ട്ലറുടെ ഭാഷ. ഗേളിങ്ങിലൂടെയാണ് ഗേൾ ഉണ്ടാവുന്നത്. ഓക്കെ, എ ബോഡി ഈസ് ബീങ് ഗേൾഡ്, ഓക്കെ, ത്രൂ ദിസ് അട്ടറൻസ്, ഇറ്റ് ഈസ് എ ഗേൾ. ഓക്കെ, പിന്നെ എന്താ ഈ ശരീരം? ആ ശരീരം പിന്നെ പറന്നു വീഴുന്നത് തന്നെ ഗേളായിട്ടാണ്. ഗർഭസ്ഥ ശിശുവിലാണ് നമ്മൾ ഈ ഒരു ഇന്റർപലേഷൻ നടത്തിയതെങ്കിൽ കുട്ടി പറന്നു വീഴുന്നതിന് പിന്നെ ഗേളാണ്, പ്രതീക്ഷിക്കപ്പെട്ട ഒരു ഗേളായിട്ടാണ്. ഓക്കെ, നമ്മൾ ആദ്യം പ്രതീക്ഷിച്ചു സ്ത്രീയാണ്, സ്ത്രീ ശരീരമാണ് ജനിക്കാൻ പോകുന്നത്. പിന്നെ സ്ത്രീ ശരീരത്തെ പറ്റിയുള്ള നിങ്ങളുടെ ഭാവനകളുടെയും സങ്കല്പങ്ങളുടെയും ചിട്ടവട്ടങ്ങളുടെയും ഉള്ളിലാണ് ഈ ശരീരം ജനിച്ചു വരുന്നത്. ഭൂമിയിലല്ല ജനിക്കുന്നത്, ഇതിനുള്ളിലാണ്, ഈ സങ്കല്പത്തിനുള്ളിലാണ് ജനിക്കുന്നത്. ഇത് വളരുന്നതും ഈ സങ്കല്പത്തിന്റെ ഉള്ളിൽ കൂടെയാണ്. അത് പെർഫോം ചെയ്യുന്നതും ഒക്കെ ഈ സങ്കല്പങ്ങളുടെ ഉള്ളിൽ കൂടെയാണ്. പലതരത്തിലുള്ള പെർഫോമൻസും ഒക്കെ ഈ ഒരു സങ്കല്പത്തിന്റെയും ഭാവനയുടെയും കാഴ്ചപ്പാടിന്റെയും ഒക്കെ ഉള്ളിലാണ് ഈ ശരീരം പെർഫോം ചെയ്യുന്നത്. പിന്നീട് എല്ലാ പെർഫോമൻസും അതിൻ്റെ ഉള്ളിലാണ്. അപ്പൊ ഗേൾ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് എന്നാണ് ബട്ട്ലറുടെ വാദം.
അപ്പോൾ ഏത് തരത്തിലുള്ള ജെൻഡറിനെ സൂചിപ്പിക്കുന്ന ഏത് തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഓക്കെ സത്യത്തിൽ ഒരു ജെൻഡറിനെ ഉണ്ടാക്കുന്ന ഒന്നുകൂടിയാണ്. ഓക്കെ, ജെൻഡർ ഇങ്ങനെ ഉണ്ടാക്കപ്പെടുന്ന ഒന്നാണ്. ഓക്കെ, ജെൻഡർ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രവൃത്തിയാണ്. ഓക്കെ, അല്ലാതെ അതിന് പിന്നിൽ ഒരു ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒന്നില്ല. ഓക്കെ, ദർ ഇസ് നോ ജെൻഡർ ഐഡന്റിറ്റി. ദിസ് ഈസ് ജെൻഡർ ഐഡന്റിറ്റി. അല്ലെങ്കിൽ അവസാനം നമ്മൾ പറഞ്ഞ എ ഇസ് എ എന്ന രീതിയിൽ ഐഡന്റിറ്റി ഓഫ് എ എന്ന് പറയുന്നത് മൈത്തോളജിക്കൽ ആയിട്ടുള്ള ഒന്നാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡന്റിറ്റി സങ്കല്പിക്കാൻ പറ്റില്ല, അതിന്റെ പിന്നിലൊന്നുമില്ല. ഓക്കെ, എപ്പോൾ നിങ്ങൾ ഈ പെർഫോമൻസസ് നിർത്തുന്നോ അപ്പോൾ ഈ ഐഡന്റിറ്റി ഇല്ലാതാവും. ഓക്കെ, പെർഫോമൻസസിന്റെ പിന്നിൽ ഒരു പെർഫോമർ ഇല്ല. ആ പെർഫോമർ എന്ന് പറയുന്നത് പെർഫോമൻസസിലൂടെ ഉണ്ടായി വരുന്നതാണ് എന്നാണ് ഈ പറഞ്ഞതിന് ചുരുക്കം. ഇത്രയും ക്ലിയർ ആണ്. ഓക്കെ, ഇവിടെ ബട്ട്ലർ ചെയ്തിട്ടുള്ളത് ഭാഷയെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട ആശയം, ഇതിന്റെ പെർഫോമേറ്റിവിറ്റിയെ പറ്റിയുള്ള ആശയം ഫുക്കോന്റെ ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ആശയവുമായിട്ട് ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു പെർഫോമേറ്റിവിറ്റി എന്ന് പറയുന്ന തിയറി, ഒരു സിദ്ധാന്തം അവതരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇവിടെ നമ്മൾ നടത്തിയത്. ഇതില് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം എടുക്കാം. ഭാഷ എന്ന് പറയുന്നത് ലോകത്തെ പറ്റി പറയാനുള്ള ഒരു കാര്യമാണ്. ഓക്കെ, ഭാഷ എന്താ ചെയ്യുന്നത്? നമ്മൾ സാധാരണ പറയുന്ന അനുസരിച്ചാണെങ്കിൽ ഭാഷ വസ്തുക്കളെ സൂചിപ്പിക്കുന്നു. വസ്തുക്കളെ ആവുന്നില്ല, എന്തിനെയൊക്കെയോ സൂചിപ്പിക്കുന്നു, അല്ലെ? ഭാഷയിലെ ഓരോ വാക്കും എന്താ ചെയ്യുന്നത്? എന്തിനെയോ ചൂണ്ടുന്നുണ്ട്. മേശ എന്ന് പറയുമ്പോൾ മേശയെ ചൂണ്ടുന്നുണ്ട്, കസേര എന്ന് പറയുമ്പോൾ കസേരയെ ചൂണ്ടുന്നുണ്ട്. വാക്ക് ഇങ്ങനെ റെഫർ ചെയ്യുന്നുണ്ട്. ഈ റെഫറൻസ് ആണ് സാധാരണ നിലയ്ക്ക് നമ്മൾ വാക്കിന്റെ അർത്ഥമായിട്ട് കാണുന്നത്. സാമ്പ്രദായികമായ രീതിയിൽ, പരമ്പരാഗതമായി നോക്കിക്കഴിഞ്ഞാൽ ഉള്ള എന്തിനെയോ നിങ്ങളെ വാക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യുന്നു. ഓക്കെ, അല്ലെങ്കിൽ അതിനെ റെഫർ ചെയ്യുന്നു. ആ റെഫർ ചെയ്യുന്നതിനെയാണ് സാധാരണ നിലയ്ക്ക് നമ്മൾ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓസ്റ്റീനിയൻ ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന് തൊട്ട് മുമ്പ്, പ്രത്യേകിച്ച് ഓസ്റ്റിനൊക്കെ അതിന്റെ തുടർച്ചയായിട്ട് വരുന്ന ആളാണ്, ഈ ലാംഗ്വേജിനെ പറ്റിയുള്ള ഒരു ധാരണ കംപ്ലീറ്റ് ഈ റെഫറൻസ് ആണ് മീനിങ് എന്നുള്ളതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയത്. ഒന്ന് കോണ്ടിനെന്റൽ ട്രഡീഷണൽ സ്ട്രക്ചറലിസ്റ്റ്, അവര് റെഫറൻസ് അല്ല ഡിഫറൻസ് ആണ് എന്ന രീതിയിലാണ്, ഡിഫറൻഷ്യൽ ആണ്. ഐഡന്റിറ്റി എപ്പോഴും ഡിഫറൻഷ്യൽ ആയിട്ടാണ് ഉണ്ടാവുന്നത്, റെഫറൻസ് അല്ല സംഭവിക്കുന്നത്, മാറ്റലാണ് നടക്കുന്നത്. ഓക്കെ, ആ ഒരു ആശയത്തിന്റെ ഒരു വഴി, അതൊരു വഴിക്ക് അങ്ങനെ ഉണ്ട്. മറ്റൊരു വഴിക്ക് വന്നിട്ടൊരു പ്രധാനപ്പെട്ട ആശയം എന്ന് പറയുന്നത് ലുഡ്വിഗ് വിറ്റ്ഗൻസ്റ്റൈൻ്റെ ലാംഗ്വേജ് ഗെയിമിനെ പറ്റിയുള്ള ധാരണയാണ്. ലേറ്റർ വിറ്റ്ഗൻസ്റ്റൈൻ, അതിനുശേഷമാണ് ഓസ്റ്റിനൊക്കെ വരുന്നത്. ഓസ്റ്റിനെയൊക്കെ സത്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ മോഡലാണ്, ഗെയിം മോഡൽ എന്ന് പറയുന്നത്. അതിൽ വിറ്റ്ഗൻസ്റ്റൈൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യം, ഞാനിതൊക്കെ ഇതിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞത്, ഇതിന്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ നോക്കിയാലേ നമുക്ക് ഈ ഐഡന്റിറ്റി എന്ന് പറയുന്നതിനെ ബട്ട്ലർ എങ്ങനെ സമീപിക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയും. വിറ്റ്ഗൻസ്റ്റൈൻ പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, ഡോണ്ട് ആസ്ക് ഫോർ ദ മീനിങ് ഓഫ് എ വേർഡ് ബട്ട് ആസ്ക് ഫോർ ദ യൂസ് ഓഫ് ഇറ്റ്. നിങ്ങൾ ഒരു വാക്കിന്റെ അർത്ഥം എന്തെന്നുള്ള ചോദ്യം ചോദിക്കരുത്, അങ്ങനെ ചോദ്യം ആവശ്യമില്ല. അതിന് പകരം നിങ്ങൾ അതിന്റെ ഉപയോഗം എന്തെന്ന് ചോദിക്കാം. കാരണം വാക്കിന് അർത്ഥമില്ല, ഉപയോഗം മാത്രമേ ഉള്ളൂ എന്നാണ് വിറ്റ്ഗൻസ്റ്റൈൻ്റെ ഒരു വാദം. ഇത് വിറ്റ്ഗൻസ്റ്റൈൻ പറയുന്നത് എങ്ങനെയാണ്, അതായത് നിങ്ങൾ ഇപ്പോ മേശ എന്നുള്ള വാക്ക് മേശയെ റെഫർ ചെയ്യുന്നു എന്നുള്ളതാണോ ശരി, അതോ മേശയെ റെഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ മേശ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നതാണോ ശരി? ഓക്കെ, നമ്മൾ വിചാരിക്കുക എന്താ, മേശ എന്നുള്ള വാക്ക് എന്തിനെയോ ചൂണ്ടി നിൽക്കുന്നുണ്ട്, എന്തിനെയോ റെഫർ ചെയ്യുന്നുണ്ട്, എന്തിനെയോ കുറിക്കുന്നുണ്ട്. ഈ കുറിക്കലാണ് അതിന്റെ അർത്ഥം. ഓക്കെ, മേശ എന്നുള്ള വാക്കിനൊക്കെ ഒരു അർത്ഥമുണ്ട് എന്ന് പറഞ്ഞാൽ അത് എന്തിനെയോ കുറിക്കുന്നുണ്ട്, ആ കുറിക്കലാണ് അതിന്റെ അർത്ഥം. ഇത് ഭാഷയെ പറ്റിയുള്ള ഒരു വലിയ തെറ്റിദ്ധാരണയാണെന്നാണ് വിറ്റ്ഗൻസ്റ്റൈൻ പറഞ്ഞത്. ഇതല്ല സത്യം സംഭവിക്കുന്നത്. ഓക്കെ, ടേബിൾ ഈസ് ബീങ് യൂസ്ഡ് ടു റെഫർ ടു സംതിങ്, അല്ലെ? നിങ്ങൾ എന്തിനെയോ റെഫർ ചെയ്യാൻ വേണ്ടി ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഗെയിമില് ഉള്ളിൽ നിങ്ങൾ എന്തിനെയോ റെഫർ ചെയ്യാൻ വേണ്ടി മേശ എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത്, അല്ലെ? അല്ലാതെ മേശയുടെ അർത്ഥമല്ല, വാക്കിന്റെ അർത്ഥമല്ല അത്. ഓക്കെ, വാക്കിന്റെ ഉപയോഗമാണ്, നിങ്ങളുടെ ഉപയോഗം, ആ പ്രത്യേക ലാംഗ്വേജ് ഗെയിമിന്റെ ഉള്ളിലുള്ള ഉപയോഗമാണ്, അല്ലെ? ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ലാംഗ്വേജ് ഗെയിമിന്റെ ഉള്ളിൽ a word is being used to refer to something and this use is meaning. ഓക്കെ, അല്ലാതെ മീനിങ് എന്ന് പറയുന്നത് ഒരു 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 അന്ധവിശ്വാസമാണ്. മീനിങ് ഉണ്ടെന്നത്, വാക്കിന് മീനിങ് ഉണ്ടെന്നത്, യൂസ് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം, നിങ്ങളൊരു 10 രൂപ കൊടുത്തിട്ടൊരു സാധനം വാങ്ങുന്നു, 10 രൂപ നിങ്ങൾ കൊടുക്കുന്നു, നിങ്ങൾക്കൊരു പേന കിട്ടുന്നു. ഡസ് ഇറ്റ് മീൻ ദാറ്റ് പെൻ ഇസ് ദ മീനിങ് ഓഫ് 10 rupees നോട്ട്?
അല്ലല്ലോ. നിങ്ങൾ 10 രൂപ കൊടുക്കുന്നത് നിങ്ങൾക്കൊരു പേന കിട്ടുന്നു എന്ന് പറഞ്ഞാൽ 10 രൂപയുടെ അർത്ഥമല്ല പേന എന്ന് പറയുന്നത്. 10 രൂപ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു വസ്തു കിട്ടി എന്ന് പറയുന്നത് പോലെ നിങ്ങൾ മേശ എന്ന് പറയുന്ന വാക്ക് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു വസ്തു കിട്ടി. ഓക്കെ, നിങ്ങൾ പർച്ചേസ് ചെയ്തു ആ വാക്കുകൊണ്ട്. ഓക്കെ, ആ വാക്കുകൊണ്ട് ഒരു സാധനം പർച്ചേസ് ചെയ്തു, നിങ്ങൾ ഉപയോഗിച്ചു. ഈ 10 രൂപ കൊണ്ട് നിങ്ങൾക്ക് പലതും വാങ്ങാമെന്ന് പറയുന്ന പോലെ ഈ വാക്കുകൊണ്ട് നിങ്ങൾക്ക് പലതും ഉപയോഗിക്കാം, പല രീതിയിൽ ഉപയോഗിക്കാം. ഓക്കെ, അതിന്റെ അർത്ഥം 10 രൂപയുടെ അർത്ഥമല്ല പേന എന്ന് പറയുന്നത് പോലെ. ഓക്കെ, മേശ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥമല്ല ഇത്. മേശയെ നിങ്ങൾ ഉപയോഗിക്കാം, ഉപയോഗങ്ങളുടെ വ്യവസ്ഥയാണ്, ഒരു പ്രത്യേക ഉപയോഗങ്ങളുടെ ഒരു വ്യവസ്ഥയാണ് പ്രിസംഷൻ ലാംഗ്വേജ് ഗെയിം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ യൂസിന്റെ ഒരു മേഖലയിൽ നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള യൂസും പെർഫോമേറ്റീവ് ആയിട്ടുള്ള യൂസും എന്ന രീതിയിലുള്ള വേർതിരിവ്. ഇതാണ് ഓസ്റ്റിൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഇതെന്ന് പറയുന്നത്. ഓസ്ട്രീനിയൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്, ഭാഷ ഇങ്ങനെ ഉപയോഗങ്ങളാണെങ്കിൽ 2 തരത്തിലുള്ള ഉപയോഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഉപയോഗം, വസ്തുക്കളെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി വാക്കുകൾ ഉപയോഗിക്കുന്നു. മറ്റൊന്ന് ഓക്കെ, നിങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ, വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ ചില വസ്തുക്കൾ ഉണ്ടാവുന്നു, യാഥാർത്ഥ്യം ഉണ്ടാവുന്നു, ചിലത് ഉണ്ടായി വരും. ഓക്കെ, ജെൻഡർ എന്ന് പറയുന്നത് ഈ പെർഫോമേറ്റീവ് ആയിട്ടുള്ള ഒന്നിന്റെ മേഖലയിലാണ് നിൽക്കുന്നത് എന്നാണ് ബട്ട്ലറുടെ വാദം. അതുകൊണ്ട് ജെൻഡർ ഐഡന്റിറ്റി എന്ന് പറയുന്നത് പെർഫോമേറ്റീവ് ആണ്. ഇറ്റ് ഈസ് സംതിങ് വിച്ച് ഈസ് പെർഫോമേറ്റീവ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ഓക്കെ, ഇതാണ് ബട്ട്ലർ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം. ഇതിലൂടെ ജെൻഡർ എന്ന് പറയുന്ന ആ ഒരു എസെൻഷ്യലിസ്റ്റിക് ആയിട്ടൊരു ധാരണ അവർ തിരുത്തുന്നു. രണ്ടാമത് ഇതിന്റെ പ്രാധാന്യം വന്നത്, അപ്പൊ നമ്മൾ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ എ മുഴുവൻ മാറ്റിട്ട് അവിടെ ജെൻഡർ ആക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും എങ്ങനെയാണ് ജെൻഡറിൽ അപ്ലൈ ചെയ്യുന്നത്, ഈ ലോജിക് എങ്ങനെയാണ് ജെൻഡറിൽ അപ്ലൈ ചെയ്യുന്നത്. അത് ജെൻഡർ മാറ്റിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സോഷ്യൽ ഐഡന്റിറ്റി ആക്കാം, റേഷ്യൽ ഐഡന്റിറ്റി ആക്കാം, എന്ത് ഐഡന്റിറ്റി ആക്കിയാലും ഈ ലോജിക് ഇതാണ് അവർ ഉപയോഗിക്കുന്നത്. റേഷ്യൽ ഐഡന്റിറ്റി ഈസ് പെർഫോമേറ്റീവ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്, നേഷൻ ഈസ് പെർഫോമേറ്റീവ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് എന്ന് വേണേൽ പറയാം. ദേശം എന്ന് പറയുന്നത്, ഇപ്പോ നമ്മുടെ ദേശീയതയെ പറ്റി പറയുമ്പോൾ നേഷൻ എന്താണ് വേണമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് പറയാം, അത് പെർഫോമേറ്റീവ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണ്. അതുകൊണ്ട് നേഷൻ അവിടെ ഉള്ളതല്ല. പെർഫോമൻസസിലൂടെ, പല പെർഫോമൻസസിലൂടെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്ന ഒന്നാണ് നേഷൻ, നാഷണൽ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. ഇപ്പൊ ഏത് ഐഡന്റിറ്റിയുടെ കാര്യത്തിലും നിങ്ങൾക്ക് ഈ ലോജിക്ക് അപ്ലിക്കബിൾ ആണ്. സ്വീകരിക്കണോ വേണ്ടതെന്നുള്ള വേറെ കാര്യം. ആ താക്കോല് ഉപേക്ഷിച്ച് വേറെ താക്കോല് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അത് വേറെ കാര്യം. ഞാനത് എന്താണെന്ന് പറയാൻ ശ്രമിക്കാം. ഇതിലൂടെ വന്നിട്ടൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഫെമിനിസ്റ്റ് തിയറിയുടെ ഒരു അടിസ്ഥാനം, കാലാകാലമായി ഫെമിനിസ്റ്റ് തിയറിയുടെ ഒരു അടിസ്ഥാനമായി കരുതുന്ന സെക്സ് ജെൻഡർ എന്ന് പറയുന്ന ഡിസ്റ്റിങ്ഷൻ, ഇത് കൊളാപ്സ്ഡ് ആവുകയാണ്. ബട്ട്ലർ പറയും ദർ ഇസ് നോ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ സെക്സ് ആൻഡ് ജെൻഡർ. സെക്സും ജെൻഡറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാൽ ബയോളജിക്കൽ ബോഡി എന്ന് പറയുന്നത് ഒരു മിത്താണ്. ഓക്കെ, ദർ ഇസ് നോ ബയോളജിക്കൽ ബോഡി. ബോഡി എന്ന് പറയുന്നത് ഓൾവേസ് ഓൾറെഡി കൾച്ചറലി ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ബോഡിയാണ്. ഓക്കെ, ഇത് ഒരു പൊളിറ്റിക്കലി ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ബോഡി മാത്രമേ ഉള്ളൂ. നോ നാച്ചുറൽ ബോഡി ഓർ ബയോളജിക്കൽ ബോഡി. സോ ബയോളജിക്കൽ ആയിട്ടുള്ള സെക്സും കൾച്ചറൽ ആയിട്ടുള്ള ജെൻഡറും എന്നുള്ള ഡിസ്റ്റിങ്ഷൻ ഇമ്പോസിബിൾ ആണ്. അങ്ങനെ സംഗതി സാധ്യമല്ല. കാരണം ബയോളജിക്കൽ ബോഡി തന്നെയില്ല. ബോഡി ഈസ് എ കൾച്ചറലി ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫീൽഡ്. ക്ലിയർ ആയി? അപ്പൊ ഇത് ഇപ്പം ഫസ്റ്റ് വേവ് അല്ലെങ്കിൽ ആദ്യകാല ഫെമിനിസ്റ്റ് തിയറിയുടെയും പ്രാക്ടീസസിന്റെയും അടിസ്ഥാനമായിട്ടുള്ള ബോഡിയെ പറ്റിയും സെക്സ് ജെൻഡർ ഡിസ്റ്റിങ്ഷനെ പറ്റിയുള്ള അടിസ്ഥാനപരമായ ചില ധാരണകളെ തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് ഈ ഒരു തിയറി അവതരിപ്പിക്കുക. അതാണ് അതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഈ ബട്ട്ലറുടെ ഈ പെർഫോമേറ്റിവിറ്റി എന്ന് പറയുന്ന തിയറിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ജെൻഡർ അല്ല, എന്തിലും അപ്ലൈ ചെയ്യാം, എന്തിലും അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ചെയ്യാം. ഓക്കെ, അതിന്റെ ലോജിക് എന്ന് പറയുന്നത് ഇതാണ്. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ചോദിക്കാനോ ചർച്ച ചെയ്യാനോ ഉണ്ട്? എല്ലാവരും ചർച്ചയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിന്റെ ഒരു ബയോളജിക്കൽ എഡ്യൂക്കേഷൻ നമുക്ക് ആ ഒരു എക്സാമ്പിൾ മാത്രം വെച്ചിട്ട് നമ്മുടെ തിയറി അല്ല ഞാൻ പറയുന്നത്. ആ ഒരു ഗേൾ ബോഡിയിലുള്ള ബയോളജിക്കൽ എഡ്യൂക്കേഷനെ നമ്മൾ എങ്ങനെയാണ് തിയറി മാറ്റാൻ പറ്റുക? അതിനോട് ചേർത്ത് ഞാൻ ചോദിക്കാം. ടീച്ചർ പറഞ്ഞല്ലോ നമുക്ക് ആ ഒരു ബയോളജിക്കൽ എൻറ്റിറ്റി ഡിനൈ ചെയ്യാൻ പറ്റില്ല. ഈ
ഇപ്പം അവസാനം സാറ് പറഞ്ഞത് ഈ സെക്സ് ജെൻഡർ അല്ലെങ്കിൽ സെക്സ് ഇസ് ബയോളജിക്കൽ അല്ലെങ്കിൽ ജെൻഡർ ഈസ് സോഷ്യോളജിക്കൽ കൺസ്ട്രക്ട് എന്നുള്ളതിനെ ഇവരുടെ ഈ തിയറി കൊളാപ്സ് ചെയ്യുന്നു എന്ന് പറയുന്നത് എനിക്ക് കുറച്ചൊരു സംശയം തോന്നുന്നുണ്ട്. കാരണം ഇത് കൊളാപ്സ് ഒരു ബയോളജിക്കൽ ഇതിനെ ഒരു തരത്തിൽ അല്ലെങ്കിൽ ബയോളജിക്കൽ ബോഡിയെ ആണോ ഇത് ശരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ടാവുക, അതോ സെക്സ് ജെൻഡർ മുഴുവൻ ഇല്ലാതായി എന്ന് പറയാൻ പറ്റുമെന്നുള്ളതാണ്. ബട്ട്ലറിന്റെ ഈ ഒരു ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ആ ഒരു ആർഗ്യുമെന്റിൽ നിന്ന് അത് പറയാൻ പറ്റുന്നുണ്ട്. പിന്നെ പെർഫോമേറ്റീവ് തിയറി എന്ന് പറയുന്നത് ഫൂക്കോ പറയുന്ന ഒരു ഡിസ്കോഴ്സിനുള്ളിലാണ് ഒരു ഐഡന്റിറ്റി ഉണ്ടാവുന്നതിൽ നിന്ന് എത്ര ഡിഫറെന്റ് ആണ്. അത് ഓൾമോസ്റ്റ് സെയിം ആയിട്ട്. പിന്നെ നമ്മൾ ഈ ഇത്രയും സ്റ്റേറ്റ്മെന്റ്സ് പോയിന്റ് ഔട്ട് ചെയ്യുമ്പോൾ ഇതിലെല്ലാം നോട്ട് ചെയ്തിരിക്കുന്നത് പല കാര്യങ്ങളാണ്. കാരണം നമ്മൾ എ ഈസ് ഈക്വൽ ടു എ എന്ന് പറയുന്നതും അല്ലെങ്കിൽ there is no doer A എന്നൊക്കെ പറയുന്ന സ്റ്റേറ്റ്മെന്റിലേക്ക് വരുമ്പോൾ പലതിലും ഡെപ്പിക്ട് ചെയ്യുന്നത് ഡിഫറെന്റ് എ ആണ്. അത് ഒരു നമുക്ക് ഈ ഒരു ഓണ്ടോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇതിനകത്തുള്ള പ്രധാന പ്രശ്നം ഒരു പ്രോബ്ലം ഓഫ് അപ്രോപ്രിയേഷൻ ആണ്. അപ്പൊ ഞാൻ ഇതൊരു പേനയാണെന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ അതിന്റെ ഉണ്മയെ അല്ല സത്യത്തിൽ അതിനെ അപ്രോപ്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു അപ്രോപ്രിയേഷൻ ആണ് എനിക്ക് തോന്നുന്നു ഫൂക്കോയിലും ബട്ട്ലറും ഒക്കെ പറയുന്ന പോയിന്റ് ഔട്ട് ചെയ്യുന്ന പ്രശ്നം ആ ഒരു അപ്രോപ്രിയേഷന്റെ പ്രശ്നമാണ്, അല്ലാതെ ഒരു ഉണ്മയുടെ പ്രശ്നമല്ലല്ലോ. അപ്പൊ നമുക്ക് ആ ഒരു അപ്രോപ്രിയേഷനെ പ്രോബ്ലമറ്റൈസ് ചെയ്തിട്ട് എ ഈസ് എ എന്നുള്ളതിനെ മെത്തോളജിക്കൽ എന്ന് പറയുന്നത് എത്രത്തോളം വാലിഡ് ആണോ? താങ്ക് യു. ഞാൻ സത്യത്തില് ബട്ട്ലറുടെ തിയറിയുടെ ഒരുപാട് വശങ്ങൾ ചർച്ച ചെയ്യാതെ വിട്ടു. ഞാൻ നേരത്തെ പറഞ്ഞു അതിന്റെ ഗ്രാമർ മാത്രം കുറച്ച് വാക്കുകളിൽ പറയാൻ പറ്റുമെന്നുള്ള ശ്രമമാണ് ഞാൻ നടത്തി. ഈ ചോദ്യം ഷർമ്മള ചോദിച്ചൊരു ചോദ്യവും അശ്വിനി പറയാൻ ശ്രമിച്ച കാര്യങ്ങളും ആയിട്ട് ബന്ധപ്പെടുത്തി ചില വിശദീകരണങ്ങൾ ഞാൻ തരാം. ഒരു കാര്യം ഒന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യം, അതിലേക്ക് ഞാൻ വരാം. ഒന്ന്, ഫീറ്റസിനെ നോക്കിയിട്ടാണ് നിങ്ങൾ ഇറ്റ് ഇസ് എ ഗേൾ എന്ന് പറയുന്നെങ്കിൽ ഫീറ്റസ് എന്ന് പറയുന്നത് ബയോളജിക്കൽ ആയിട്ടുള്ള ഒന്ന് അവിടെ ഉണ്ട്, അതല്ലേ പറഞ്ഞ ബയോളജിക്കൽ ആയിട്ടൊരു ബേസിക്സ് അവിടെ ഉണ്ട്. അതിനെയാണ് എൻറ്റിറ്റി ഉണ്ട്, അതിനെയാണ് നിങ്ങൾ ഇറ്റ് ഇസ് എ ഗേൾ നോക്കുന്നത്. അപ്പോൾ ബയോളജി ഉണ്ടല്ലോ എന്നാണ് ചോദ്യം. ഈ നമ്മുടെ ബട്ട്ലർ വാസ്തവത്തിൽ ബട്ട്ലറിന്റെ ഇതിന്റെ സീക്വലായിട്ട് എഴുതിയിട്ടുള്ള രണ്ടാമത്തെ പുസ്തകമുണ്ട്, ബോഡീസ് ദാറ്റ് മാറ്റർ. ആ പേര് തന്നെ ശ്രദ്ധിക്കുകയാണ്, ബോഡീസ് ദാറ്റ് മാറ്റർ. ആ ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ആ പുസ്തകം. വാട്ട് അബൌട്ട് ദ മെറ്റീരിയാലിറ്റി ഓഫ് ബോഡി എന്നാണ് ചോദ്യം. നമുക്ക് ആ ഉത്തരത്തിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്യാം. മെറ്റീരിയൽ ആയിട്ടൊരു ബോഡി ഉണ്ടാവണ്ടേ, ബയോളജിക്കൽ എന്നോ എന്നും പറയുന്നത് മെറ്റീരിയൽ ആയിട്ട് ബോഡി അവിടെ അതില്ലാതെ എങ്ങനെ പറയാന്ന് ചോദിക്കുന്നത്. അവർ പറയുന്നത് ബോഡീസ് ദാറ്റ് മാറ്റർ എന്നുള്ളത് അങ്ങനെ എടുക്കേണ്ടത്. ഓക്കെ, കാര്യമാകുന്ന അവിടെ ബോഡീസ് ദാറ്റ് മാറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, സംഗതമാവുന്ന ബോഡി എന്നാണ്. ബോഡീസ് ദാറ്റ് മാറ്റർ, മെറ്റീരിയൽ സംഗത്യമുള്ളത് നിങ്ങൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ. ബോഡീസ് ദാറ്റ് മാറ്ററിലെ മാറ്ററും മെറ്റീരിയൽ എന്നുള്ളതിന്റെ മാറ്ററും തമ്മിലുള്ള വ്യത്യാസവും അല്ലെങ്കിൽ സാമ്യവും നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, ഒരു കാര്യം മാറ്റർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ മാറ്റർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്, അത് ഭൗതികം എന്നുള്ള അർത്ഥത്തിലല്ല. ഓക്കെ, അപ്പൊ അതാണ് അവർ ആ വാക്ക് തന്നെ ഉപയോഗിക്കുന്നതിന്റെ ഒരു സാങ്കത്യം എന്ന് പറയുന്നത്. ഈ ഫീറ്റസിന്റെ ബോഡി എന്ന് പറയുന്നത് മാറ്റർ ചെയ്യുന്നൊരു ബോഡിയല്ല. ഓക്കെ, അത് മാറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്? അത് മാറ്റർ ചെയ്യുന്നത് ഈ ജെൻഡറിങ്ങിലൂടെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഇറ്റ്സ് എ ഗേളിലൂടെയാണ്. ഇവിടെ ഇറ്റ് എന്ന് പറയുന്നത് സത്യത്തില് ഡസൻ മാറ്റർ. ഓക്കെ, ക്ലിയർ ആണ് ഞാൻ പറഞ്ഞത്. ഇറ്റ് ഡസൻ മാറ്റർ, ബോഡി ദാറ്റ് ഡസൻ മാറ്റർ ആണ് ഈ പറഞ്ഞ ഫിറ്റസിന്റെ ബയോളജിക്കൽ എന്ന് പറയുന്ന ബോഡി. ഇറ്റ് മാറ്റേഴ്സ്. ഓക്കെ, ത്രൂ ദിസ് കൈൻഡ് ഓഫ് ഇന്റർപ്രിറ്റേഷൻ, ത്രൂ ദിസ് കൈൻഡ് ഓഫ് അട്ടറൻസ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഗേൾ. ഓക്കെ, അതിന്റെ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത് ഹൗ ഡസ് ഇറ്റ് മാറ്റർ എന്നുള്ളതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നതിന് അങ്ങനെയാണ് കാണേണ്ടതെന്നാണ്. അല്ലാണ്ട് ബോഡിയുടെ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന ഒന്ന്, ഓക്കെ, ബോഡിയുടെ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്ന ഒന്ന് അതില്ലാതെ നിഷേധിക്കുന്നൊന്നുമില്ല. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ബയോളജിക്കൽ മെറ്റീരിയൽ ബോഡി ഇല്ല എന്ന് ഒരാൾക്ക് വാദിക്കുക എന്ന് പറഞ്ഞാൽ അത് അബ്സേർഡ് ആണ്.
പക്ഷെ അതിന്റെ പ്രശ്നം ഹൗ ഡസ് ഇറ്റ് മാറ്റർ എന്നുള്ളതാണ്. ഒരു ബോഡി മാറ്റർ ആവുന്നത്, ഓക്കെ, അതാണ് അതിന്റെ മെറ്റീരിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അതൊന്ന്, അത് അതിന് ഒരു റെസ്പോൺസ് അങ്ങനെ നമുക്ക് പറയാം. മറ്റൊന്ന്, അശ്വിനി പറഞ്ഞ ഒരു കാര്യം, ഫൂക്കോന്റെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നതും ഇതുമായിട്ട്, ഓക്കെ, അത് ഈ അപ്രോപ്രിയേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം പറഞ്ഞു. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് പറഞ്ഞു. പിന്നെ ഒന്ന് എ എന്നുള്ളത് പല അർത്ഥത്തിലാണ് അവിടെ വരുന്നതെന്ന്, അല്ലേ? ഇത് രണ്ട് കാര്യമല്ലേ പ്രധാനമായിട്ട് പറഞ്ഞു, അല്ലേ? വരുന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടത് കാര്യം. ഓക്കെ, ഒന്ന് ഫൂക്കോന്റെ ഡിസ്കോഴ്സ് എന്ന് പറയുന്നതും ഈ പെർഫോമേറ്റീവ് എന്ന് പറയുന്നതിൽ എന്താണ് വാസ്തവത്തിൽ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വ്യത്യാസം എന്തെന്നാണ് അശ്വിനി ചോദിച്ചൊരു കാര്യം. വളരെ സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള വ്യത്യാസം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, പക്ഷേ ബട്ട്ലർ വലിയ വ്യത്യാസം ഉണ്ടെന്ന രീതിയിൽ അത് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പല മോഡലിൽ നിന്നും തന്റെ നിലപാട് എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നതെന്ന് ആവർത്തിച്ച് പറയാൻ ശ്രമിക്കുന്നുണ്ട്. ബേസിക്കലി ഇതൊരു ഫൂക്കോൾഡിയൻ ആയിട്ടുള്ള ഫ്രെയിമാണ്. അതെനിക്ക് സംശയം തോന്നിയിട്ടില്ല അത് വായിക്കുമ്പോൾ മുഴുവൻ. ഫൂക്കോ ചെയ്തിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, പക്ഷെ ബട്ട്ലർ ഫൂക്കോനെതിരെ നടത്തുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത്, ഒരു ക്രിറ്റിസിസം എന്ന് പറയുന്നത്, ബോഡി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരു ഓക്കെ ഡിസ്കേഴ്സീവ് ആണെന്ന് പറയുമ്പോഴും ഇതിന് പുറത്തുള്ള ഒരു ബോഡിയെ പറ്റി, ഓക്കെ, ഒരു ബോഡിയെ പറ്റി ഫൂക്കോ സംസാരിക്കുന്നുണ്ട്. ഒരു മെറ്റീരിയൽ ബോഡി എന്ന് പറയുന്നത് ഫൂക്കോയിൽ ഉണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. എവിടെയാണുള്ളതെന്ന് വെച്ചാൽ എനിക്കറിയില്ല സത്യത്തിൽ. ഞാൻ ഫൂക്കോയിൽ അത് കണ്ടിട്ടില്ല. എന്റെ റീഡിങ് അന്ന് വ്യത്യസ്തമാണ്, അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റിയില്ല. പക്ഷെ ഇവര് ഈ പറഞ്ഞ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതായത് നിങ്ങൾ ഒരു കാര്യം പറയണമെങ്കിൽ ഇപ്പൊ ഞാനത് ഒന്ന് പിന്നെ പോയിന്റിലേക്ക് വരാവുന്ന രീതിയിൽ ഒരു വിശദീകരണം നടത്തി നോക്കാം. എത്തുമെന്ന് എനിക്കറിയില്ല, എത്താൻ പറ്റുമോ. ഇപ്പൊ ഞാൻ ഫൂക്കോ പറഞ്ഞൊരു കാര്യം ഇതാണ്, നിങ്ങൾ ഒരു കാര്യം ആവുന്നത് അത് ക്ലാസിഫിക്കേറ്റ് ചെയ്യേണ്ടത് ഇത് ക്ലിയർ ആണ്, നമുക്ക് മനസ്സിലാക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല, അല്ലേ? എ ആവുന്നത് ഒരു പ്രത്യേക സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ, ഒരു ഡിസ്കോഴ്സ് എന്ന് വിളിക്കുന്ന ഒന്നിന്റെ ഉള്ളിൽ മാത്രമാണ് എ ആവുന്നത്, ബി ആവുന്നത്, എന്തും ആവുന്നത്, ആണാവുന്നത്, പെണ്ണാവുന്നത്, ട്രാൻസ്ജെൻഡർ ആവുന്നത്, ഓക്കെ, ഡിസ്കേഴ്സീവ് ആണ്. അപ്പൊ ഇതൊക്കെ ഡിസ്കേഴ്സീവ് ആണ്. ഓക്കെ, ഇതൊക്കെ ഡിസ്കേഴ്സീവ് ആണ്. ഈ ഡിസ്കോഴ്സിന്റെ അഭാവത്തിൽ നിങ്ങൾക്ക് ഒന്നും കാണാൻ പറ്റില്ല, ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, അല്ലെ? ഒന്നും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ സിസ്റ്റത്തിന്റെ ഉള്ളിൽ മാത്രമേ പറ്റൂ. പക്ഷേ വസ്തുക്കളുടെ കാര്യത്തിൽ ഇത് ശരിയാണ്. ഇപ്പൊ മേശ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് മേശയല്ലാത്തതും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സിസ്റ്റത്തിനുള്ളിലാണ് മേശയാണ്. വളരെ ക്ലിയറാണ്. ഒബ്ജക്റ്റിന്റെ കാര്യത്തിൽ വളരെ ക്ലിയറാണ്. ഒരു സബ്ജക്റ്റിന്റെ കാര്യത്തിൽ എവിടെയാണ് എന്ന് പറഞ്ഞാൽ വസ്തുവിന്റെ കാര്യത്തിൽ, ഒരു വസ്തുവിന്റെ കാര്യത്തിൽ അത് ക്ലാസിഫിക്കേറ്ററി സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് ഒന്നാവുന്നത്, അതാവുന്നത് എന്ന് പറയുന്നത് നമുക്ക് ക്ലിയർ ആവും. പക്ഷെ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് എവിടെയാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം വരിക. ഓക്കെ, സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സബ്ജക്റ്റ് ഇസ് വൺ ഹു ഫീൽസ് എക്സ്പീരിയൻസസ്, അല്ലേ? വസ്തുവിന് അതില്ല. ഓക്കെ, അത് മേശ എന്ന് പറയുന്ന ക്ലാസിഫിക്കേറ്ററിനുള്ളിൽ മേശയായി മാറി, അത് മേശയായിട്ട് അങ്ങ് നിൽക്കും. അതിന് മേശയാണെന്ന് തിരിച്ചറിയുന്ന ഒരു ഇന്റീരിയോറിറ്റി അതിലില്ല, അല്ലേ? അതിനൊരു ഇന്റേണാലിറ്റി. ഓക്കെ, ഞാൻ മേശയാണ് എന്ന് തിരിച്ചറിവിന്റെ ഒരു സംഗതി അവിടെ ഇല്ല. ആ പ്രശ്നം അവിടെ ഉത്ഭവിക്കുന്നില്ല. ഞാനൊരു സബ്ജക്റ്റിന്റെ കാര്യത്തിൽ അത് ഉത്ഭവിക്കുന്നുണ്ട്. ആണായിട്ട് ക്ലാസിഫൈ ചെയ്യപ്പെടുന്ന സിസ്റ്റത്തിലാണ് ആണുണ്ടാവുന്നത്, ശരി, സമ്മതിച്ചു. പക്ഷെ ആണാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. ഞാൻ ആണാണെന്ന്, മേശയാണെന്ന് തിരിച്ചറിയുന്ന പ്രശ്നം വരുന്നില്ല. പക്ഷെ ആണെന്ന് തിരിച്ചറിയുന്നത് ഇന്റേണാലിറ്റിയുടെ പ്രശ്നമാണ്. അതാണ് സബ്ജക്റ്റ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അവിടെ സബ്ജക്റ്റ് ഉണ്ട്, ഒരു ഉള്ളുണ്ട്. സബ് എന്ന് പറഞ്ഞാൽ ആ ഇന്റേണൽ ഇതിനെയാണ് സബ് എന്നുള്ള വാക്ക് തന്നെ സൂചിപ്പിക്കുന്നത്. ഉള്ള് എന്നാണ് അതിന്റെ അർത്ഥം. ഇതിനങ്ങനെ ഉള്ളില്ല. നേരെ മറിച്ച് സബ്ജക്റ്റിന് അങ്ങനെ ഉള്ളുണ്ട്. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞ പോയിന്റ്? മനസ്സിലായി. ഈ സബ്ജക്റ്റ് എങ്ങനെ ഉണ്ടാവുന്നു എന്നുള്ളതാണ് ഫൂക്കോന് വളരെ പ്രസക്തമായ ചോദ്യം. ഓക്കെ, അതപ്പോ വസ്തുവിന്റെ ഐഡന്റിറ്റിയുടെ പ്രശ്നമല്ല, സോഷ്യൽ ഐഡന്റിറ്റിയിൽ ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ സബ്ജക്ട് എന്ന് പറയുന്ന സംഗതിയാണ്. അപ്പോൾ ഫൂക്കോ പറയുന്ന ഒരു കാര്യം, എൻ്റെ ഇതുവരെയുള്ള പഠനങ്ങൾ മുഴുവൻ എങ്ങനെ സബ്ജക്ട് ഉണ്ടായി എന്നുള്ളതാണ്. ഫൂക്കോ അവസാനം കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്ന ഒരു കാര്യം ഇതാണ്, മോഡ്സ് ഓഫ് ഒബ്ജക്ടിഫിക്കേഷനിലൂടെ എങ്ങനെയാണ് സബ്ജക്ട്സ് ഉണ്ടാവുന്നത് എന്നാണ് ഞാൻ പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് ഇതുവരെ. ഈ സബ്ജക്റ്റിനെ ഉണ്ടാക്കുന്നത് എന്താണ്, സബ്ജക്ട് എങ്ങനെയാണ് ഉണ്ടാവുന്നത്, അതായത് ഈ ഇന്റേണാലിറ്റി എങ്ങനെ ഉണ്ടാവുന്നു. ഓക്കെ,
ഫുക്കോ അതിന് അതുവരെ ഉണ്ടായിരുന്ന തിയറിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യം അവതരിപ്പിക്കാൻ. അതുവരെയുള്ള തിയറിയിലൊക്കെ ഈ പാശ്ചാത്യ തത്വചിന്തയുടെ ഒരു ഭൂതം കിടക്കുന്നുണ്ട്. കാർട്ടീസിയൻ എന്ന് വിളിക്കുന്ന ഭൂതം, എ ഗോസ്റ്റ് ഇൻ ദ മെഷീൻ. ഉള്ളിൽ എന്തോ ഉണ്ട്, ഒരു ബോഡിയുടെ ഉള്ളിൽ എന്തോ ഉണ്ട്, ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള എന്തോ ഉണ്ട്, ഒരു ഭൂതം. ഓക്കെ, അതിനെയാണ് സബ്ജക്റ്റ് എന്ന് തത്വചിന്തകരും ഒക്കെ പണ്ട് മുതലേ വിളിച്ചു പോരുന്ന ഒരു സംഗതി എന്നുള്ളത്. അത് റെഫർ ചെയ്യുന്നത് ഈ ഒരു ഇന്റേണാലിറ്റിയാണ്, സം കൈൻഡ് ഓഫ് മിസ്റ്റീരിയസ് ഇൻസൈറ്റ്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഉള്ളിലുണ്ട്. അതിന് സൈക്കോളജി കൊടുക്കുന്ന ഭാഷയാണ് മനസ്സ് എന്നൊക്കെ പറയുന്നത്. മൈൻഡ് നിങ്ങളുടെ ഉള്ളിലുണ്ട്, സംതിങ് ഹാപ്പനിങ് ഇൻ പിന്നെ വിത്തിൻ എന്നുള്ള എന്തോ ഒന്ന്. ഫുക്കോ പറയുന്നത് ശരീരത്തിൽ അങ്ങനെ ഒന്നുമില്ല. ഫുക്കോന്റെ വാദം ശരീരം എന്ന് പറഞ്ഞൊരു ഡൊസൈലായിട്ടുള്ളൊരു സാധനമാണ്. അതിനെ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും മെരുക്കാവുന്ന ഒരു കളിമണ്ണ് പോലൊരു സാധനം. അതിനെക്കൊണ്ട് നിങ്ങൾക്ക് ആണിനെ ഉണ്ടാക്കാം, പെണ്ണിനെ ഉണ്ടാക്കാം. ഓക്കെ, ഇങ്ങനെ ഡൊസൈലായിട്ടൊരു സാധനമാണ് ഈ ശരീരം എന്ന് പറയുന്നത്. അതിനൊരു ഉള്ളുമില്ല. ഓക്കെ, അതിന് ഉള്ള് എന്ന് പറയുന്ന ഈ മിത്ത്, ഓക്കെ, ഇൻസൈഡ് എന്ന് പറയുന്ന മിത്ത്, ഇതിനെയാണ് ഫുക്കോ പറയുന്നത്. അങ്ങനെ ഒരു സംഗതി ഇല്ല. ഓക്കെ, അതിനെ വെച്ചുകൊണ്ട് തിയറൈസ് ചെയ്യുന്ന രീതി, ഓക്കെ, അതിനെ വെച്ചുകൊണ്ട് തിയറൈസ് ചെയ്യുന്ന രീതി, അതിൽ നിന്നും പിന്നെ എന്താ പറയാ, അതിൽ നിന്ന് പരമാവധി ദൂരത്തേക്ക്. അപ്പൊ അത് വെച്ചിട്ട് തിയറൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? ഉദാഹരണത്തിന് സൈക്കോ അനാലിസിസ്. അപ്പോൾ ഫുക്കോ പറയുന്നത് സൈക്കോ അനാലിസിസിന്റെ പ്രശ്നം എന്താ? സൈക്കോ അനാലിസിസ് പറയാം, ഇങ്ങനെ ഒരു സിസ്റ്റത്തിന്റെ ഉള്ളിൽ ഒരു ബോഡി വരുമ്പോൾ ആ ബോഡി ഇന്റേണലൈസ് ചെയ്യുന്നുണ്ട്. റിപ്രഷനിലൂടെയും ഒക്കെ അത് ഇന്റേണലൈസ് ചെയ്യുന്നുണ്ട്. ഒരു ഇന്റേണലൈസേഷൻ നടക്കുന്നുണ്ട്. ലോ ഈസ് ബീയിങ് ഇന്റേണലൈസ്ഡ്. ഓക്കെ, സം കൈൻഡ് ഓഫ് സൈക്കിക് ഫിനോമിനൻ ത്രൂ വിച്ച് ദ ലോ ഈസ് ബീയിങ് ഇന്റേണലൈസ്ഡ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇന്റേണലൈസ് ചെയ്യുന്ന എന്തോ ഒന്ന് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇതിനെ മുഴുവൻ അബ്സോർബ് ചെയ്യുന്ന, ഓക്കെ, എന്തോ ഒന്ന് ഉള്ള ഒന്നാണ് ശരീരം. മാർക്സിസ്റ്റ് ഡിസ്കോഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ രീതിയിൽ നിങ്ങൾ സബ്ജക്റ്റ് ഉണ്ടായി വരുന്നതിന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ളിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫുക്കോ ഇതിൽ നിന്നാണ് കംപ്ലീറ്റ് മാറുകയാണ്. ഫുക്കോ പറയുന്നത് അങ്ങനെ ഒരു ഇൻസൈഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ഫുക്കോ പറയുന്നത് അത് ശരീരത്തിന്റെ മുകളിലുള്ള എഴുത്തുകളിലൂടെ ഉണ്ടാവുന്ന ഒന്നാണ് അതിൻ്റെ ഉള്ളിൽ. ഇതാണ് ഫുക്കോന്റെ വാദം. ഇൻസ്ക്രിപ്ഷൻ എന്നാണ് ഫുക്കോനെ വിളിക്കുന്നത്. ഇൻസ്ക്രിപ്ഷനിലൂടെയാണ് ഉള്ള് ഉണ്ടാവുന്നത്, സബ്ജക്റ്റ് ഉണ്ടാവുന്നത്. അല്ലാണ്ട് സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ലോനെ മുഴുവൻ, നിയമങ്ങളെ മുഴുവൻ, ഓക്കെ, ഒരു ഡിസ്കോഴ്സിന്റെ നിയമങ്ങളെ മുഴുവൻ ഇന്റേണലൈസ് ചെയ്യുന്ന ഒരു സബ്ജക്റ്റ് അല്ല. ബോഡി ഈസ് ഇൻസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഫീൽഡ്. ഇൻസ്ക്രിപ്ഷൻ എന്നുള്ളതിന് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു വാക്ക് അന്തർലേഖനം എന്ന് വേണേൽ ഉപയോഗിക്കാം. ഓക്കെ, അന്തർലേഖനം. ഇൻസ്ക്രിപ്ഷൻ, സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ ലേഖനമാണ്, എഴുത്താണ്. സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ, ഉള്ളിലേക്ക് എഴുതുക എന്ന് പറഞ്ഞാൽ എന്ത് ബോഡിയുടെ മുകളിലാണല്ലോ എഴുതുന്നത്. ആ ബോഡിയുടെ മുകളിലുള്ള എഴുത്തിലൂടെ ബോഡിക്ക് ഒരു ഉള്ളുണ്ടായി വരും. ഉള്ള ഓൾറെഡി അവിടെ ഉള്ളതല്ല. ഓക്കെ, അതിന്റെ മുകളിലുള്ള എഴുത്തിലൂടെ an inside is being formed through this bodily inscription. Okay, clear? ഇങ്ങനെയാണ് ഒരു സബ്ജക്റ്റ് കാർവ് ഔട്ട് ചെയ്യപ്പെടുന്നത്. ഒരു സബ്ജക്റ്റിനെ കൊത്തിയെടുക്കുകയാണ്. ഒരു ശരീരത്തിൽ നിന്നൊരു സബ്ജക്റ്റിനെ കൊത്തിയെടുക്കുന്നതാണ്, പവർ ചെയ്യുന്നത് അതാണെന്നാണ് ഫുക്കോന്റെ വാദം. അപ്പൊ ഞാൻ അതിലേക്ക് പോയിട്ടില്ല എന്നാണ്. ഇതേ സംഗതി തന്നെയാണ് ബട്ട്ലർ എടുക്കുന്നത്. ബട്ട്ലർ പറയുന്നത് ഒരു ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള ഒരു മാട്രിക്സിന്റെ ഉള്ളിൽ, ഓക്കെ, ഒരു കമ്പൽസറി ഹെട്രോസെക്ഷൽ ആയിട്ടുള്ള മാട്രിക്സിന്റെ ഉള്ളിൽ ഒരു ബോഡി എന്ന് പറയുന്നത്, ഓക്കെ, ആ ഒരു ഇതിന്റെ ഉള്ളിലാണ് ഒരു ബോഡി സെക്സ്ഡ് ആവുന്നത്. ഓക്കെ, അല്ലാണ്ട് സെക്സ് എന്ന് പറയുന്നത് അതിന് ഓൾറെഡി ഉള്ളതാണ്. സൈക്കോ അനാലിസിസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ബോഡി ഡ്രൈവോ ഒരു ബയോളജിക്കൽ ആയിട്ടുള്ള ഡ്രൈവോ ഒന്നും അല്ല. അത് ഒരു പ്രത്യേക മാട്രിക്സിന്റെ ഉള്ളിൽ വരുമ്പോൾ ഒരു ബോഡിയിൽ ഉണ്ടാവുന്ന ഒരു സംഗതിയാണ്. അത് ഇൻസ്ക്രിപ്ഷനിലൂടെ ഉണ്ടാകുന്ന ഒന്നാണ്. അല്ലാണ്ട് ബോഡിയുടെ ഉള്ളിൽ എങ്ങനെയാണെന്നില്ല. അത് ഡൊസൈലായിട്ട്. ഓക്കെ, ബട്ട്ലർ അതിൽ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യം, അതിൻ്റെ ഉള്ളിൽ ബോഡി എന്താ ചെയ്യുന്നത്? പെർഫോം ചെയ്യാൻ. ഓക്കെ, പലതരത്തിലുള്ള പെർഫോമൻസസിലൂടെ അതിൻ്റെ നാച്ചുറൽനെസ് എന്ന് പറയുന്നത് ഉണ്ടായി വരുന്നു. അപ്പൊ നമുക്കിപ്പോ ഒരു ആണായിട്ട് പെരുമാറുന്നത് ഭയങ്കര നാച്ചുറൽ ആയിട്ട് തോന്നുകയും പെണ്ണായിട്ട് പെരുമാറുന്നത് ഭയങ്കര അൺനാച്ചുറൽ ആയിട്ട് തോന്നുകയും ചെയ്യുന്നു. ഒരു പെണ്ണ് ആണായിട്ട് പെരുമാറുന്നത് അൺനാച്ചുറലും പെണ്ണായിട്ട് പെരുമാറുന്നത് നാച്ചുറൽനെസ് എന്ന് പറയുന്നത് എന്താണ്? അത് ഈ റിപ്പീറ്റേറ്റീവ് ആയിട്ടുള്ള ബോഡി പെർഫോമൻസസിലൂടെ ഉണ്ടായി വരുന്നതാണ്. ഓക്കെ, നാച്ചുറൽനെസ് എന്ന് പറയുന്നത് ഒരു കൺസ്ട്രക്റ്റ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഉണ്ടാവുന്നത്? പെർഫോമൻസസിലൂടെ, റിപ്പീറ്റഡ് ആയിട്ടുള്ള പെർഫോമൻസിലൂടെ ഉണ്ടാവുന്ന ഒന്നാണ്. ഇതാണ് അവർ പറയാൻ ശ്രമിക്കുന്നത്. ബേസിക്കലി ഇത് ഫുട്ബോളിയൻ ആയിട്ടുള്ള ഒരു മോഡൽ തന്നെയാണ് നിൽക്കുന്നത്.
മറ്റൊന്ന് എ എന്ന് പറയുന്നത് പല ശരിയാണ്. ഞാനിവിടെ എ എന്ന് ഉപയോഗിക്കാൻ ഒരു പ്രത്യേക കാരണമുണ്ട്. ഇത് ലോജിക്കിൽ സാധാരണ ആൾക്കാർ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ കണ്ടന്റ് മുന്നോട്ട് എടുത്തിട്ട് ഫോമൽ ഉപയോഗിച്ചിട്ട് വേരിയബിൾസ് ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ പറയും. എന്തിനാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ലോജിക് വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ്. ഇപ്പൊ നിങ്ങൾ എക്ക് അവിടെ ജെൻഡർ കൊടുത്തു കഴിഞ്ഞാലും ഏത് കൊടുത്താലും വേരിയബിൾ പോലെ, മാത്തമാറ്റിക്സ് നമ്മൾ വേരിയബിൾ ഉപയോഗിക്കുന്ന പോലെ അതിന് കണ്ടന്റ് എന്തും കൊടുക്കാം. പക്ഷെ അതിന്റെ ലോജിക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഒരു കോമൺ ലാംഗ്വേജ് ഉപയോഗിക്കണം. അതുകൊണ്ട് ഞാൻ ഏത് ഉപയോഗിച്ചാൽ അതിന്റെ ഒറ്റ ഇത് അത് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ പറയാം അതിൽ ഈ പറഞ്ഞ പോലെ പലതിനും ചെയ്യുന്നെന്ന് പറയാം. പക്ഷെ അങ്ങനെ വളരെ കാര്യമായിട്ട് ഉണ്ടാവാൻ സാധ്യതയില്ല. എനിക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. എനിക്ക് വളരെ കാര്യമായിട്ടുണ്ടെന്ന് തോന്നിയത് എ എന്നുള്ള ഒരു ഐഡന്റിറ്റിയുടെ ഐഡന്റിറ്റിയും പിന്നെ നമ്മൾ പറഞ്ഞ ഈ ഒരു പെർഫോമൻസ്, ഈ പെർഫോമകൾ ഇങ്ങോട്ട് വരുന്നില്ല കാര്യമായിട്ടൊരു ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക്. കാരണം എ എന്ന് പറയുമ്പോൾ അതൊരു ഓണ്ടോളജിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഓണ്ടോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. പക്ഷെ ഇത് ഇന്ന് വരുന്നതിലൊന്നും അത് ഓണ്ടോളജിക്കൽ കൺസേൺ അല്ല. അതങ്ങനെ അപ്രോപ്രിയേഷൻ ആണ് അവരുടെ പ്രധാന, അല്ലെങ്കിൽ അവര് അഡ്രസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലം ഓഫ് അല്ലെങ്കിൽ അപ്രോപ്രിയേഷൻ ഉണ്ടാക്കുന്ന ഒരു പ്രോബ്ലത്തിനെ ആണ്, ഒരു ഓണ്ടോളജിക്കൽ ഇഷ്യൂവിനെ അല്ല. അപ്പൊ നമ്മൾ അത് ഒന്ന് ഓവർസീ ചെയ്യുമ്പോഴാണ് അപ്രോപ്രിയേഷൻ ഒന്നുകൂടി പറയാം. എന്താ എനിക്ക് മനസ്സിലായില്ല. നമ്മൾ എ എന്ന് പറയുമ്പം അതൊരു ഓണ്ടോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ആയിക്കോട്ടെ ആയിക്കോട്ടെ പറയാം. ഓണ്ടോളജിക്കൽ ആണ്, ഇത് ബീയിങ്ങിനെ സംബന്ധിച്ച ഒരു കാര്യമാണ്. അതിന്റെ ഒരു എക്സിസ്റ്റൻസിന്റെ പക്ഷെ നമ്മള് ിലേക്കൊക്കെ വരുമ്പോ കാര്യത്തിലേക്ക് വരുമ്പോ A can be A only ഡിസ്കോസിലാണ് A ആവുക എന്നൊക്കെ പറയുന്നത് അതൊരു ഓണ്ടോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് അല്ല. പക്ഷെ അവിടുത്തെ കൺസേൺ ഇസ് ഒരു അപ്രോപ്രിയേഷനോടുള്ള ഒരു പ്രോബ്ലം മെന്റാലൈസേഷൻ ആണ്. വീണ്ടും നേരിട്ട് മറുപടിയല്ല ഞാൻ പറയുന്നത്. അതിനൊരു വിശദീകരണം പറഞ്ഞാൽ ചിലപ്പോൾ അതിന് മറുപടി അയക്കാം. ഒന്ന്, നമ്മൾ ഇതിനൊക്കെ പൊതുവെ ഈ ചിന്തകളെ മുഴുവൻ കൺസ്ട്രക്ഷനിസം എന്നാണ് പൊതുവെ വിളിക്കുക. കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ കൺസ്ട്രക്ഷനിസം എന്നൊക്കെ വിളിക്കുന്ന ആളുകളാണ് ഈ പറഞ്ഞ ആളുകൾ മുഴുവൻ. എന്നാൽ എല്ലാം ഡിസ്കർസീവ് കൺസ്ട്രക്ട് ആണ്. ഓക്കെ, എല്ലാം വ്യാവഹാരിക നിർമ്മിതികളാണ് എന്ന് വാദിക്കുന്നവരെ പൊതുവെ കൺസ്ട്രക്ഷനിസ്റ്റുകൾ വിളിക്കും. ഈ കൺസ്ട്രക്ഷനിസം രണ്ട് തരത്തിലുണ്ട്. ഓണ്ടോളജിക്കൽ കൺസ്ട്രക്ഷനിസം ഉണ്ട്, ഓണ്ടോളജിക്കൽ സെൻസിലും ഉണ്ട്, എപ്പിസ്റ്റമോളജിക്കൽ അറിവിന്റെ തരത്തിലുള്ള കൺസ്ട്രക്ഷനിസം ഉണ്ട്. അശ്വിനി ചോദിച്ചൊരു ചോദ്യം, എ ഈസ് എ എന്ന് പറയുമ്പോൾ ഓണ്ടോളജിക്കൽ ആയിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് പറയുന്നത്. മറ്റത് എ ഈസ് എ ഓൺലി വെൻ ഇറ്റ് ഈസ് ക്ലാസിഫൈഡ് ആസ് എ എന്ന് പറയുമ്പോൾ നിങ്ങൾ എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ട് മനസ്സിലാക്കുക. എന്താണോ പറഞ്ഞത്? താങ്ക് യു ഫോർ ദ ക്വസ്റ്റ്യൻ. ഇതെന്താ, ഇതിപ്പോൾ ഞാൻ നിങ്ങൾ ഇന്നലെ രാത്രി ഇരുന്നിട്ടുണ്ടാക്കിയ ഒരു സ്കീമാണ്. അത് തെറ്റുണ്ടാവും ഉറപ്പാണ്. പക്ഷേ ഇത് ഞാൻ ഈ പറഞ്ഞത് ഒന്ന് വിശദീകരിക്കാൻ ശ്രമിക്കുക. അതായത് ബോഡി ഡിസ്കേഴ്സീവ് ആയിട്ടുള്ള കൺസ്ട്രക്റ്റ് ആണെന്ന് പറയുന്നതും, ഓക്കെ, ഒരു ഡിസ്കോഴ്സ് ആണ് ബോഡി ഉണ്ടാക്കുന്നത് എന്ന് പറയുന്നതും, ഒരു ഡിസ്കോഴ്സിലൂടെ മാത്രമേ ബോഡിയെ നിങ്ങൾക്ക് അറിയാൻ കഴിയൂ എന്ന് പറയുന്നത് രണ്ടാണ്. ക്ലിയർ ആണോ? ഓക്കെ, ഒരു ഡിസ്കോഴ്സിന്റെ ഉള്ളിലൂടെ മാത്രമാണെങ്കിൽ ബോഡിയെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അറിവാണ്, അതാണ് എപ്പിസ്റ്റമോളജിക്കലാണ്, അറിവിന്റെ പ്രശ്നമാണ്. ഒരു ബോഡി ക്യാൻ ബി ഐഡന്റിഫൈഡ് ആസ് എ ക്യാൻ ബി ഐഡന്റിഫൈഡ് ആസ് എ ഓൺലി വിത്തിൻ എ ഡിസ്കോഴ്സ് എന്ന് പറയുന്നതും എ ഓക്കെ ബിക്കംസ് എ വിത്തിൻ എ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് രണ്ടാണെന്നാണ് അശ്വിനി പറഞ്ഞതിന്റെ കാര്യം. അത് ശരിയാണ്. പക്ഷെ ബട്ട്ലർ ഇതിൽ ഏത് സെൻസിലാണ് കൺസ്ട്രക്ഷനിസ്റ്റ് ആവുന്നത് എന്നുള്ളത് ഒരു വലിയ ക്വസ്റ്റ്യൻ ആണ്. ഒരുപാട് പേര് അതിനെപ്പറ്റി തർക്കിക്കുന്നു. പിന്നെ ഫുക്കോന്റെ കാര്യത്തിലടക്കം ഫുക്കോ കൺസ്ട്രക്ഷനിസം എന്ന് പറയുന്നത് ചിലപ്പോൾ അത് ഒണ്ടോളജിക്കൽ ആയിട്ടുള്ളൊരു റീജിയനിലേക്ക് സഞ്ചരിക്കുന്നുണ്ട്. എപ്പിസ്റ്റമോളജിക്കൽ ആണ് പറയുന്നെങ്കിൽ പോലും, അതായത് ഒരു അറിവ് ഡിസ്കേഴ്സീവ് ആണ് എന്നാണ് പറയുന്നെങ്കിൽ പോലും അതിന്റെ ഒരു പരിധി വിട്ടത് ഓണ്ടോളജിക്കൽ ആയിട്ടുള്ള ഡൊമൈനിലേക്ക് അത് സഞ്ചരിക്കുന്നുണ്ട്. ബട്ട്ലറിലുണ്ട്. ഓക്കെ, ഇപ്പൊ കൺസ്ട്രക്ഷനിസം എന്ന് പറയുന്നത് ഏത് സെൻസിലാണെന്നുള്ളത് ഒരു ഇറ്റ്സ് നോട്ട് ക്ലിയർ. ഓക്കെ, ഏത് സെൻസിലാണ്. പക്ഷെ പലപ്പോഴും വളരെ റാഡിക്കൽ ആയിട്ടുള്ള ഒരു കൺസ്ട്രക്ഷനിസ്റ്റ് പൊസിഷനാണ് ബട്ട്ലർ എടുക്കുന്നത്. ഒരു എക്സ്ട്രീം സെൻസിലുള്ള കൺസ്ട്രക്ഷനാണ്. എവറിത്തിങ് ഈസ് കൺസ്ട്രക്റ്റഡ്, ഓക്കെ എന്നുള്ള വളരെ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സെൻസിലാണ്
ബട്ട്ലർ പലപ്പോഴും അത് മുന്നോട്ട്. അതുകൊണ്ടാണ് അവർ ഈ ബോഡീസ് ദാറ്റ് മാറ്റർ എന്ന് പറയുന്ന പുസ്തകം ഇതിൻ്റെ ഒരു സീക്വലായിട്ട്, വാസ്തവത്തിൽ അതിൻ്റെ ഒരു തുടർച്ചയാണത്. ജെൻഡർ ട്രബിളിൻ്റെ ഒരു തുടർച്ചയായിട്ട് വേണം വായിക്കാവുന്ന പുസ്തകമാണ് ബോഡീസ്. അതിലാണ് ഒരു മെറ്റീരിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഓക്കെ, മെറ്റീരിയാലിറ്റി ഓഫ് ദ ബോഡി ഈസ് ഇൻസിഗ്നിഫിക്കൻറ്റ്. അത് മാറ്റർ ചെയ്യുന്നതാണ് മെറ്റീരിയാലിറ്റി. അവിടെയാണ്. അപ്പം അത് ആ അർത്ഥത്തിൽ അവരതിനെ മുഴുവൻ ഒരു വളരെ റാഡിക്കലായിട്ടുള്ള സെൻസിലേക്ക് കൊണ്ടുവന്നു. ഓക്കെ, ഈ സാറിന് പറഞ്ഞു ബട്ട്ലറിന്റെ ജെൻഡർ എന്നുള്ള ഒരു കീ മറ്റ് ഡൊമൈൻസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ബട്ട്ലർ ശ്രമിച്ചിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നിയത് ജെൻഡർ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് തോന്നിയത്, ബിക്കോസ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും ജെൻഡറാണ്. ബോഡി വിസിബിൾ ആവും, കാഴ്ച ഇറ്റ് ബിക്കംസ് ഈ വർഷം ഇറ്റ് ഈസ് എ കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ഫെമിനിസ്റ്റ് എന്നാരും പറയാറുണ്ട്. ഹി ഈസ് എ കമ്മ്യൂണിസ്റ്റ്, ഷീ ഈസ് എ കമ്മ്യൂണിസ്റ്റ്, ഹി ഈസ് എ ഫാസിസ്റ്റ്. സോ ഈ ജെൻഡർ എന്ന് പറയുന്നത് മറ്റ് സബ്ജക്റ്റുകളിലേക്ക് തിരിയാനുള്ള ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോലെ, ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നൊരു സാധനം പോലെ ചിലപ്പോൾ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള. അത് ശരിയാണ്, നല്ലൊരു ഒബ്സർവേഷനാണ് പറഞ്ഞത്. അതായത് ഈ പറഞ്ഞ കീ നമ്മൾ ജെൻഡറിന്റെ മുറി തുറക്കാൻ വേണ്ടി മാത്രം തൽക്കാലം ഉപയോഗിക്കുക എന്നാണ് ബട്ട്ലർ പറഞ്ഞ ഒരു കാര്യം. എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറത്തുള്ള കാര്യങ്ങളിൽ ഇത് അപ്ലിക്കബിൾ ആണോ, അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അവരുടെ ഒരു കൺസേൺ അല്ല എന്നുള്ളത് മാത്രമേ അവർ അപ്പോൾ തൽക്കാലം പറയുന്നുള്ളൂ. പിന്നീട് അത് പലതിനും ഉപയോഗിക്കുന്നത്. ഇയാൾ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ജെൻഡർ എന്ന് പറയുന്നത് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള, അല്ലെ, ഏറ്റവും അടുത്ത, അതായത് ഒരു ബോഡി എന്ന് പറയുന്നത് ഐഡന്റിഫൈ ചെയ്യുന്ന അതിന്റെ പ്രാഥമിക തലത്തിൽ തന്നെ ആണ് പെണ്ണ് എന്നുള്ളത് വരുന്നുണ്ട്. നേരെ മറിച്ച് ഇന്ത്യൻ അല്ലെങ്കിൽ പാകിസ്ഥാനി എന്ന് പറയുന്നോ റേഷ്യൽ ആയിട്ടുള്ളതോ ഒക്കെ അതിനുശേഷം വരുന്ന, അല്ലെങ്കിൽ ഇത്രയും നിങ്ങൾക്ക് വിസിബിൾ അല്ല, ടച്ച് ചെയ്ത് പറയാൻ പോകുന്ന പോലെ. അതുകൊണ്ടാണ് അതിന് സ്റ്റെപ്പിംഗ് സ്റ്റോൺ ആയിട്ട് വേണം ഉപയോഗിക്കാം എന്ന് പറയുന്നത്. ബോഡി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ജെൻഡറിന്റെ ഒരു ഇംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞു, അല്ലെ. ബോഡി എന്ന് പറയുമ്പോൾ തന്നെ എന്നിട്ട് റേഷ്യൽ ആയിട്ടുള്ള സാധനത്തിനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ബോഡി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ജെൻഡർ എന്ന് പറയുന്നത് അതിൽ സെക്ഷുവൽ അല്ലെങ്കിൽ ജെൻഡർ ആയിട്ടുള്ള ഇംപ്ലിക്കേഷൻസ് അതിൽ ഓൾറെഡി വരുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ശരിയായിരിക്കാം. പക്ഷെ അവരുടെ ഒരു സത്യത്തിൽ ഇവര് ഫിലോസഫി എന്നല്ല ബട്ട്ലർ. ഫിലോസഫർ എന്ന് പറയാം, തെറ്റൊന്നുമില്ല. പക്ഷെ ഫിലോസഫി പഠിച്ചിട്ടുണ്ടായിരുന്നു. ജർമ്മനിയിൽ ഫിലോസഫി പഠിച്ചതിന് ശേഷം, ഹെഗലിനെയൊക്കെ നന്നായിട്ട് പഠിക്കുകയൊക്കെ ചെയ്തതിനു ശേഷം അവർ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറാണ് അവരുടെ വിഷയം. ഓക്കെ, കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ ഡിപ്പാർട്ട്മെന്റിലാണ് അവർ വർക്ക് ചെയ്യുന്നതും ലിറ്ററേച്ചറും ലിറ്റററി തിയറിയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അവരുടെ പ്രധാനപ്പെട്ട കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഉള്ളത്. അതുകൊണ്ട് ജെൻഡർ എന്ന് പറയുന്നത് ഒരു അതിനപ്പുറത്തുള്ള വിഷയങ്ങളിലേക്ക് സംസാരിക്കാൻ. ഇപ്പോൾ ഞാൻ പല പഠനങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്ന് നേഷനെ കുറിച്ച് പെർഫോമൻസ് എന്നുള്ള ഒരു ഐഡിയ വെച്ചുകൊണ്ട്, പെർഫോമേറ്റിവിറ്റി എന്ന് പറയുന്ന ആശയം വെച്ചുകൊണ്ട് നേഷനെ പറ്റി ഉള്ള പഠനങ്ങൾ ഉണ്ടായിട്ടുണ്ട് പല ഇതിലും. റേഷ്യൽ ഐഡന്റിറ്റി എങ്ങനെയാണ് പെർഫോമേറ്റീവ്ലി വരുന്നത്. എനിക്ക് തോന്നുന്നത് അപ്ലൈ ചെയ്യാൻ ഒരു തെറ്റില്ല. അതാണ് നമ്മൾ ഈ രീതിയിൽ അത് നമുക്ക് ഏത് ഐഡന്റിറ്റിയും പെർഫോമേറ്റീവ്ലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആണെന്ന് വാദിക്കാം. പക്ഷെ വാദിക്കണമെങ്കിൽ കുറച്ചുകൂടി അത് ആ ഇതുമായിട്ട് അതിന്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസിൽ കൂടി പോകേണ്ടി വരും. ജെൻഡറിൽ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞു, അത്രേ ഉള്ളൂ. ആ ടൂൾ എന്ന നിലയ്ക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. ഫൂക്കോയെയും സിമോൺ ഡി ബൂവറിനെയും നിരാകരിക്കുന്നതിന് ഒരു കാരണം പ്രീ സപ്പോസ്ഡ് ഐഡന്റിറ്റി ഉണ്ട് എന്നുള്ളതാണെന്നാണ് ബട്ട്ലർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മറ്റിപ്പോൾ പറഞ്ഞ പ്രകാരം ഫൂക്കോയിൽ അതില്ലാതെ, അങ്ങനെയാണെങ്കിൽ സിമോൺ ഡി ബൂവറിൽ ഫൂക്കോയിൽ സെക്സും ജെൻഡറും രണ്ടാണെന്നൊരു ഡിഫറൻസിയേഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ഫൂക്കോയിൽ സെക്സും ജെൻഡറും ഒന്നാണെന്നുള്ള വാദമുണ്ടോ? ഫൂക്കോയിലുണ്ട്, യാതൊരു സംശയമില്ല. ഫൂക്കോ പറഞ്ഞ സെക്സ്ഡ് ബോഡി എന്ന് പറയുന്നത് അങ്ങനെയൊന്നുമില്ല. സെക്ച്വാലിറ്റി എന്ന് പറയുന്നത് ഡിസ്കോഴ്സിന്റെ ഉള്ളിലാണ് സെക്സ്ഡ് ബോഡി എന്ന് പറയുന്നത്. പിന്നെ അത് വളരെ ക്ലിയർ ആണ്. ഫൂക്കോയിൽ അങ്ങനെ ഒരു സെക്സ് ജെൻഡർ ഡിസ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് സാധ്യമല്ല. ഫൂക്കോ അതിനെപ്പറ്റി ജെൻഡറിനെ പറ്റി പറയുന്നില്ലെങ്കിൽ പോലും ഫൂക്കോന്റെ പോയിന്റില്, ഫൂക്കോന്റെ ഈ വാദത്തില് അത് അസാധ്യമാണ് അങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ. പക്ഷെ സിമൺ ദ ബോവയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം. സിമൺ ദ ബോവയെ ആദ്യകാലത്തെ ഫെമിനിസ്റ്റ് തിയറൈസിങ്ങിന്റെ ഒരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരാള്. സിമൺ ദ ബോവയെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഒരു സെക്സ് ജെൻഡർ ഡിസ്റ്റിങ്ഷൻ എന്ന് ആരോപിക്കാവുന്ന ഒന്നുണ്ട്.
ബയോളജിക്കലായിട്ടുള്ള ബോഡി എങ്ങനെ അത് കൾച്ചറലി ജെൻഡേർഡായി മാറുന്നതിന്റെ പ്രശ്നങ്ങളാണ് അവർ അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് സെക്കൻഡ് സെക്സ് എന്ന് പറയുന്ന പുസ്തകം നോക്കിക്കഴിഞ്ഞാൽ അറിയാം. അതിൽ മാത്രമല്ല സബ്ജക്റ്റ് എന്നുള്ള നോഷൻ, ഓക്കെ, ഈ സബ്ജക്റ്റ് എന്നുള്ള നോഷനെ അവർ ഉപയോഗിക്കുന്നതൊക്കെ ഈ ഒരു എസെൻഷ്യലിസ്റ്റിക് എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഒരു അണ്ടർപിന്നിങ്സ് ഉള്ള രീതിയിലാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബട്ട്ലറുടെ സിമൺ ദ ബോവിക്കെതിരെയുള്ള വിമർശനം കുറച്ച് സാധുവാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ ഫുക്കോനെതിരെയുള്ള വിമർശനം അത്ര സാധുവല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. അതെന്തോ ഒരു എനിക്ക് അത്ര വലിയ ഇതൊക്കെ മാറാട്ടത് ഓരോരുത്തർ ചെയ്യുന്നതാണ്. പക്ഷെ നമ്മൾ ഇറ്റീസ് ഗേളെന്നോ ഇറ്റീസ് ബോയെന്നോ വിളിക്കലോ നോക്കി അപ്പോൾ പിന്നെ അതെന്തായി? അതായത് അത് ഡെസ്ക് ആണെന്ന് നമ്മളൊരു വേർഡ് ഉപയോഗിച്ചിട്ട് അപ്പോൾ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പോൾ പിന്നെ അതെന്തായി? ഒന്നുകൂടി പറയാം. പക്ഷേ നമുക്ക് ജനറലിൻ്റെ ഇറ്റീസെ ഇറ്റീസെ പോയി കുട്ടി ജനിക്കാൻ പോവാണ്, പ്രഗ്നൻ്റ് അവരൊരു കുട്ടി ജനിക്കാൻ പോകണം. അതിനെ നമ്മൾ ആരും ലോകത്ത് ആരെയും കുട്ടി ഗേളെന്ന് പോയി നടക്കുന്നില്ല. അപ്പോൾ പിന്നെ അതെന്തായി? രണ്ട് തരത്തിലൊരു ഉത്തരം പറയാം. ഇംഗ്ലീഷ് ഒരു ഇന്റർപലേഷൻ ഇല്ലാതെ ഉള്ള ഒരു കോണ്ടെക്സ്റ്റ്. ഇന്റർപലേഷൻ എന്ന് പറഞ്ഞ സത്യത്തിൽ അത്ഭുതം ഉപയോഗിക്കുന്ന വാക്കാണ്. അത് ഒരു ബട്ട്ലർ അത് എടുക്കുന്നുണ്ട്. അതായത് ഇറ്റ് ഈസ് എ ഗേൾ, ഇറ്റ് ഈസ് എ ബോയ് എന്ന് ഐഡന്റിഫൈ ചെയ്യപ്പെടാത്ത, അങ്ങനെ വിളിക്കപ്പെടാത്ത ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും അത്? ഇപ്പോ ഞാൻ തിരിച്ചൊരു ചോദിക്കാം. അല്ല, അപ്പൊ നമുക്ക് മനസ്സിലാവും. ഞങ്ങളുടെ അപ്പൊ മനസ്സിലാവും. അതുകൊണ്ടാണ് ഇപ്പോ റാഷണൽ ആയിട്ടുള്ള ബിഹേവിയർ, ഓക്കെ, നോർമൽ ബിഹേവിയറും അബ്നോർമൽ ബിഹേവിയറും തമ്മിൽ വേർതിരിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാവുന്നതിന് മുമ്പ് അബ്നോർമൽ എന്തായിരുന്നു? എന്തായാലും പറയാൻ പറ്റില്ല അല്ലേ? അങ്ങനെ നിങ്ങൾക്ക് അതെന്താന്ന് പറയാൻ പറ്റില്ല. അത് അബ്നോർമൽ, അതാ ഞാൻ അന്ന് വേറെ എന്തെങ്കിലും പറഞ്ഞു. ഭ്രാന്ത് എന്ന് പറയുന്നത് നിങ്ങൾ നോർമലും അബ്നോർമലും വേർതിരിക്കുന്ന ഒരു സിസ്റ്റത്തിനുള്ളിലാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. എന്താണ് ഈ വേർതിരിവിന് മുമ്പ് ഭ്രാന്ത് എന്തായിരുന്നു? പറയാൻ പറ്റില്ല. അത് വേറെ ഇതിലും അതുണ്ട്. അതായത് നിങ്ങളൊരു ബോഡിയെ മെയിലോ ഫീമെയിലോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു സിസ്റ്റം, അതാണല്ലോ ഈ ഇറ്റ്സ് എ ഗേൾ എന്ന് പറയുന്നത്. അതെ, ഓക്കെ, എക്സാക്ട്ലി ഞാൻ സമയത്ത് ഞാൻ പറഞ്ഞത് ഇറ്റ് ഈസ് എ ഗേൾ എന്നോ ഇറ്റ് ഈസ് എ ബോയ് എന്നോ പറയുന്ന, അങ്ങനെ വിശേഷിപ്പിക്കുന്ന ഒരു സിസ്റ്റം അല്ലെ? ആ സിസ്റ്റത്തിന്റെ ഉള്ളിലാണ് ഇതുണ്ടാവുന്നതാണോ ഈ പറഞ്ഞതിന്റെ അർത്ഥം. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലാതിരുന്നെങ്കിൽ ആ കുട്ടി എന്താണ് എന്നാണ് ഇപ്പോൾ ചോദിച്ചത്. ഞാൻ അതേ ചോദ്യമാണ് പറയുന്നത്. അബ്നോർമൽ എന്താണെന്നുള്ളത് ഈ സിസ്റ്റത്തിന് പിന്നിൽ എന്താ? അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള സാധനം. അതെ, അല്ല ഞാൻ പറഞ്ഞ ആ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് അതിന് അബ്നോർമാലിറ്റി വിളിക്കാൻ പറ്റില്ല. കാരണം അബ്നോർമാലിറ്റി ഉണ്ടാവും, നോർമൽ ഉണ്ടാവും അല്ലേ? അപ്പൊ ആ ഭ്രാന്ത് എന്ന് പറയുന്നത് നമുക്ക് നിർവചനത്തിന് പിടിതരാത്ത എന്തൊക്കെയോ ആണ്, മൾട്ടിപ്പിൾ ആയിട്ടുള്ള എന്തൊക്കെയോ ആണ്. ഓക്കെ, അതിനെ കൂടെ നിങ്ങൾ മെഡിക്കലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് അബ്നോർമൽ എന്ന് പറയുന്നത് അതിന് മെഡിക്കലൈസിങ് ദ മാഡ്നസ് കോട്ട് ആൻഡ് കോട്ട് അല്ലേ? ഓക്കെ, അത് അത് ബയോളജി ആയിട്ട് എന്തായാലും ബന്ധം? അതൊരു ബന്ധമില്ലാത്തത് പോലെയാണ് ഈ പറഞ്ഞ കുട്ടിയുടെ ബോഡിക്കും ബയോളജി ആയിട്ട് ബന്ധമില്ല. അതായത് ഒരൊറ്റ സെക്കൻഡ്, ഇത് ക്ലിയർ ആണോ? അത് മറുപടി അല്ല ഞാൻ പറഞ്ഞത്. നമ്മൾ ആ ചോദ്യം നമ്മൾ തന്നെ ഉന്നയിക്കുമ്പോൾ എന്താണ് പ്രശ്നം എന്നുള്ളതാണ്.